وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുള്ളയുടെ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന സീറയുടെ കിതാബിന്റെ സാധാരണ ആഴ്ചയിൽ നമ്മൾ ഇരിക്കുന്ന ദർസിലാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ചുകൊണ്ട് ആ ദഅവത്തിന് താങ്ങും തണലുമായി സഹായികളും സംരക്ഷകരുമായി ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കാം, അത് സ്വീകരിക്കാം. നിങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് മദീനയിലേക്ക് നിങ്ങൾ ഞങ്ങളുടെ കൂടെ യത്രിബ്, അന്ന് മദീനയുടെ പേര് യത്രിബ് എന്നായിരുന്നു, അങ്ങോട്ട് നിങ്ങൾ വരുവീൻ. ഞങ്ങളെ ഭാര്യമാരെ കുട്ടികളെ ഞങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമും അവിടുത്തെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയൊക്കെ നേതൃത്വത്തിൽ മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന ആ ആളുകളുമായി കരാറിൽ ഏർപ്പെടുകയും അങ്ങനെ അവര് രാത്രി സമയത്ത് വളരെ അതീവ രഹസ്യമായി ദീനിന്റെ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ആളുകൾ തൊട്ടതും പിടിച്ചതും വീട്ടിലത്തെ കാര്യങ്ങളും കുടുംബത്തിന്റെ കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും പറയും. അങ്ങനെയല്ല മുസ്ലിമീങ്ങളുടെ രീതി. ചില കാര്യങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ടാകും. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള പലരെയും കേൾപ്പിക്കാൻ പാടില്ലാത്തതുണ്ടാകും. അങ്ങനത്തെ കാര്യങ്ങൾ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. എല്ലാം എല്ലാവരെയും എല്ലാ സമയത്തും അറിയിക്കണമെന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ, യുദ്ധവുമായുള്ള കാര്യങ്ങൾ, മറ്റുള്ള പല വിഷയങ്ങളുമൊക്കെ അത്യാവശ്യമായ കാര്യങ്ങൾ അതീവ രഹസ്യമായി ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്ന സമയത്തൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ശേഷം ആ സംഭവമൊക്കെ വരുന്നുണ്ട്. ഇവിടെയുള്ള വീട്ടിലുള്ള ആളുകളൊക്കെ അവരൊന്ന് മാറ്റി നിർത്തേ, നമുക്ക് രഹസ്യമായി ചില കാര്യങ്ങൾ പറയാനും സംസാരിക്കാനുമുണ്ട്, അല്ലാതെ എല്ലാം എല്ലാവരെയും അറിയിക്കുക എന്താ വിഷയം, അങ്ങനെ ആവരുത്. അതിനൊക്കെ ഒരു പക്വതയും അതിനൊക്കെ ഒരു സൂക്ഷ്മതയും അതിനൊക്കെ ഒരു ശ്രദ്ധയും ഈ വിഷയങ്ങളിൽ ആവശ്യമാണ്. അതീവ രഹസ്യമായി രാത്രി സമയത്ത് യഥ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന് ഹജ്ജിന് വന്ന മുശ്രിക്കുകളായ ആളുകൾ, ടെന്റിൽ കൂടെ കടക്കുന്ന ആളുകൾ പോലും അറിയാതെ അതീവ രഹസ്യമായി ഒരു പ്രവാചകനുമായി ഒരുമിച്ച് കൂടുകയും ആ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ അവര് പിരിഞ്ഞു പോകുന്ന സമയത്ത് വലമ്മ തമ്മ ഇബ്റാമുൽ മുആഹദ, പ്രവാചകനും യഥ്രിബിലുള്ള ആളുകളും തമ്മിലുള്ള ആ കരാറ് അത് പറഞ്ഞു മുറിഞ്ഞ് പൂർത്തിയായപ്പോൾ വകാനൽ ഖൗമ അലാ വശക്കിൽ ഇൻഫിളാലി, അവിടെ കൂടിയ ആളുകളൊക്കെ പിരിഞ്ഞു പോകാനും യഥ്രിബിൽ നിന്ന് വന്ന ആളുകൾ അവരുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന മുശ്രിക്കുകളായ ആളുകളുടെ കൂടെ ടെന്റുകളിലേക്ക്, താമസ സ്ഥലത്തേക്കൊക്കെ പിരിഞ്ഞു പോകാൻ എടുത്ത സമയത്ത് ഇക്തശഫഹ അഹദു ശയാത്തീൻ, പിശാചികളിൽപ്പെട്ട യമൻ ആ പരിസരങ്ങളിലുള്ള പിശാചികളിൽപ്പെട്ട ഒരു പിശാചി ഈ സംഭവം അത് മനസ്സിലാക്കി. വഹൈസു ജാഅ ഹാദൽ ഇക്തിശാഫു ഫിൽ ലഹ്ളത്തിൽ അഖീറ, ഇതിന്റെ ആരംഭത്തിലല്ല ഈ സംഭവം, ഈ കരാറൊക്കെ പറഞ്ഞു മുറിയുന്ന അവസാന ഘട്ടത്തിലാണ് ആ പിശാചി ഈ കാര്യം അറിഞ്ഞത്. പല പിശാചികൾ, ജിന്നുകൾ അവർക്ക് എല്ലാം അറിഞ്ഞ കാര്യങ്ങളൊന്നും അറിയുകയുമില്ല. അങ്ങനെ ഒരു വിശ്വാസം അത് നമ്മുടെ ദീനിന് എതിരാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. പിശാചികളാണെങ്കിലും ജിന്നുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും അല്ലാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. പിശാചികളിൽപ്പെട്ട ആ പ്രദേശത്തുള്ള ഒരു പിശാചി ഈ സംഭവം അറിഞ്ഞു. അവസാന ഘട്ടത്തിൽ വലം യകുൻ യുംകിനു ഇബ്ലാഗ സുഅമാഇ ഖുറൈശിൻ ഹാദൽ ഖബറ സിർറൻ ലിയുബാഗിതു അൽ മുജ്തമിഈന വഹും ഫി ശിഅബ്, ഈ പിശാചി ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഖുറൈശികളായ പ്രമുഖരായ ആളുകളെ പെട്ടെന്ന് ഈ സംഭവം അറിയിക്കാൻ, രഹസ്യമായിട്ട് അവരടുത്തൊന്നും ചെന്ന് പറയാനുള്ളൊരു സമയം ഈ പിശാചിന് ലഭിച്ചില്ല. അങ്ങനെ വന്നപ്പോ ഖാമ ദാലിക ശൈത്വാനു അലാ മുർതഫഇൻ മിനൽ അർള്, ഉയർന്ന ഒരു പ്രദേശത്ത് ഒരു കുന്നിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ പിശാച് വസാഹ ബി അൻഫദി സൗത്തിൻ സുമിഅഖത്, കേൾക്കപ്പെട്ട ഏറ്റവും വിദൂരത്തേക്ക് എത്തുന്ന ശബ്ദത്തിന്റെ ഉയർച്ചയുടെ വിഷയത്തിലൊക്കെ ഏറ്റവും ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ അഖാശിബി അൽ മനാസിൽ, വീടുകളിൽ കടന്നുറങ്ങുന്ന ആളുകളെ എന്നാണ് അതിന്റെ അർത്ഥം. അഖാശിബി എന്നാണ് ഖശബുകൾ കൊണ്ട്, മരക്കഷ്ണങ്ങളും തടികളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട വീടുകളിൽ കടന്നുറങ്ങുന്ന ആളുകളെ. രാത്രി സമയത്താണ് ഇത് നടക്കുന്നത്. ഹല്ലക്കും ഫി മുഹമ്മദിൻ വസ്സുബാത്തി മഅഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബാത്തി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകളെ ഇൻസൾട്ട് ചെയ്ത് പരിഹസിച്ചുകൊണ്ട് അവർ സുബാത്തി എന്ന് പറയും, മതം മാറികൾ, ആദർശം ഒഴിവാക്കിയ ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. അവരെയും കാര്യത്തിൽ അവരെ പിടികൂടാൻ നിങ്ങൾക്ക് താല്പര്യമില്ലയോ? അവരെ പിടികൂടി അവരെ ആക്രമിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? മുശ്രിക്കീങ്ങളായ ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ട്. എന്തുകൊണ്ട്?
ഖദ് ഇജ്തമഉ അലാ ഹർബിക്കും, നിങ്ങളോട് മക്കക്കാരായ ഖുറൈശികളായ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഈ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കൂടെ മതം മാറികളായ മദീനയിൽ നിന്ന് വന്ന ആളുകളും അവരുടെ ശിർക്കിന്റെ മതം ആ കുഫർ ഒഴിവാക്കി ഇസ്ലാമിലേക്ക് വന്നതാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്, മുവഹ്ഹിദീങ്ങളാണ്. അവരെ ഈ കുഫാറുകൾ ഫുജ്ജാറുകൾ പരിഹസിച്ചുകൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഇന്നുമൊക്കെ ശരിയായ തൗഹീദും സുന്നത്തിലും പോകുന്ന ആളുകളെ മറ്റുള്ളവർ പല പേരുകളിലും ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അവർക്കൊക്കെ അതിന് ഒരു മാതൃക അവർ സ്വീകരിച്ചത് ഈ മുശ്രിക്കീങ്ങൾ കുഫാറുകളിൽ നിന്നും അവർക്ക് പ്രചോദനം നൽകിയ പിശാചുകളിൽ നിന്നുമാണ്. ഈ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവനും അവന്റെ കൂടെ മതം മാറിയ ആളുകളും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏകോപിച്ചിരിക്കുന്നു, അവരൊത്തൊരുമിച്ചിരിക്കുന്നു. അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു മുറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരെ പിടികൂടി ആക്രമിച്ച് അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങളൊക്കെ വീടുകളിൽ കടന്നുറങ്ങുകയാണോ സ്വസ്ഥമായിട്ട് എന്ന് വിളിച്ചു പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ അസബ്ബുൽ അഖബ, ഈ അഖബ ഈ മിന പ്രദേശത്തുള്ള ഒരു പിശാചാണത്. അമാ വല്ലാഹി യാ അദുവല്ലാഹി ല അതഫറഗന്ന ലക, അല്ലാഹുവിന്റെ ശത്രുവേ ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ഒഴിവായി വരുന്നുണ്ട് എന്ന് പറഞ്ഞ അവനെയും അവന്റെ അനുയായികളെയും യുദ്ധം ചെയ്യാനും അവരുടെ ബാത്തിലിനെ അത് നശിപ്പിക്കാനുള്ള അവസരം അല്ലാഹു എനിക്ക് നൽകുന്നുണ്ട് എന്നുള്ള നിലക്ക് അങ്ങനെ സുമ്മ അമറഹും അൻ യൻഫുളു ഇലാ റിഹാലിഹിം, മദീനക്കാരായ മുസ്ലിമീങ്ങളായ ആളുകളോട് പ്രവാചകൻ നിങ്ങൾ നിങ്ങളുടെ ടെന്റുകളിലേക്ക് വീടുകളിലേക്ക് പോയിക്കോളി, പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ ഈ പറയുന്ന വിളിയാളം ആളുകൾ ഖുറൈശികൾ കേട്ടതുപോലെ ഈ ഒരുമിച്ച് കൂടിയ മുസ്ലിമീങ്ങളും കേട്ടപ്പോ വഅൻദ സമാഇ സൗതി ഹാദ ശൈത്വാനി, ഈ പിശാചിന്റെ ശബ്ദം കേട്ട സമയത്ത് ഖാല അബ്ബാസ് ഇബ്നു ഉബാദത്ത് ഇബ്നു നളല, മദീനയിൽ നിന്ന് വന്ന മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സഹാബി, അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവിനെ തന്നെയാണ് പ്രവാചകരെ സത്യം, ഇൻ ശിഅത ലനമീലന അലാ അഹ്ലി മിനാ ഗദൻ ബി അസ്യാഫിന, നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം ഇവർ നമ്മെ ആക്രമിക്കാൻ വരുന്നതിന്റെ മുമ്പ് ഈ മീനിൽ പങ്കെടുത്ത ഈ മുശ്രിക്കുകളായ ആളുകളുടെ മേൽ ഞങ്ങളൊരു ആക്രമണം ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് ആളുകളെ കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്, നിങ്ങളുടെ സമ്മതം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം നുഅ്മർ ബിദാലിക്, നമുക്കതുകൊണ്ടുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനയുടെ കൃത്യമായ അള്ളാഹുവിന്റെ നിയമങ്ങളുടെ അള്ളാഹുവിന്റെ കൽപ്പനയുടെ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് പോകുന്നത്. ഏത് കാര്യങ്ങളിൽ അള്ളാഹു കൽപ്പിക്കാത്തൊരു കാര്യത്തിൽ എടുത്തു ചാടി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത് നമ്മുടെ രീതിയിൽ പെട്ടതല്ല. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ അനുയായികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനത്തെ വിഷയങ്ങൾ കൃത്യമായി മാതൃകയാക്കി മുന്നോട്ട് പോകണമെന്നുള്ളത് ആവേശത്തിന്റെ പോളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോടുള്ള ആർദ്രതയുടെയോ വാത്സല്യത്തിന്റെയോ കാരുണ്യത്തിന്റെ പേരിലോ മറ്റുള്ള ലക്ഷ്യങ്ങളല്ല, അള്ളാഹും അവന്റെ റസൂലും നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക. അപ്പോഴേ അള്ളാഹുവിന്റെ സഹായമുണ്ടാവുകയുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് വിജയിച്ച് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ആവേശം കൊണ്ടോ എടുത്തുചാട്ടം കൊണ്ടോ ഏതല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ വെച്ചുകൊണ്ടൊരിക്കലും ചെയ്യരുത്. ലം നുഅ്മർ ബിദാലിക്, നമ്മോട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടില്ല. വലാകിൻ ഇർജിഉ ഇലാ റിഹാലിക്കും, നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറഞ്ഞപ്പോൾ ഫറജഉ വനാമു ഹത്താ അസ്ബഹു, നേരം പുലരുന്നവരെ അവരവരുടെ ടെന്റുകളിലേക്ക് മടങ്ങിപ്പോയി സ്വസ്ഥമായിട്ട് അവർ കടന്നുറങ്ങുകയും ചെയ്തു. മുശ്രിക്കീങ്ങളായ ആളുകൾ അവിടെയുണ്ട്. അവരിവർ പോന്നതും പുറത്തുപോയതും തിരിച്ചു വന്നതും ഒന്നും അവർ അറിയുകയും ചെയ്തില്ല. അതിന് മാത്രം കഴിഞ്ഞ സദസ്സിൽ പറഞ്ഞിരുന്നു, പൂച്ച അതിന്റെ ചില സ്ഥലങ്ങളിലേക്കൊക്കെ പതുങ്ങി ഉള്ളിലേക്ക് കടക്കുന്നത് പോലെ അത്ര രഹസ്യമായിട്ടാണ് ടെന്റുകളിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നതും തിരിച്ചങ്ങോട്ട് ചെന്നതും. മറ്റുള്ളവർ അറിയാതിരിക്കാൻ, ഈ രഹസ്യം ചോരാതിരിക്കാൻ, ആവേശത്തോടുകൂടെ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഉപദ്രവങ്ങളോ ആക്രമണങ്ങളോ അത് കൊണ്ടുവരാൻ കാരണമാകാത്ത നിലക്ക് വളരെ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അൽ ഖുറൈ അങ്ങനെ വലമ്മ ഖറഅ ഹാദൽ ഖബറു ആദാന ഖുറൈശിൻ, ഈ പിശാചിന്റെ വിളിയാളം അത് ഖുറൈശികളും കേട്ടു. അവർ കേട്ടപ്പോ വഖഅത് ഫീഹിം ലജ്ജത്തുൻ അസാറത്തിൽ ഖലാഖില വൽ അഹ്സാൻ, അവരിൽ എന്തെന്നില്ലാത്ത കുഴപ്പങ്ങൾ, എന്തെന്നില്ലാത്ത ഉത്കണ്ഠ, അസ്വസ്ഥ്യം അത് ഖുറൈശികളിൽ ഉടലെടുത്തു. ഇത് കാരണം ഇത് വലിയൊരു വിഷയമാണ്, നിസ്സാര കാര്യമല്ല. ലിഅന്നഹും കാനു അലാ മാരിഫത്തിൻ താമ്മത്തിൻ, ഖുറൈശികൾക്ക് കൃത്യമായി പൂർണ്ണമായി അറിയുമായിരുന്നു മിൻ അവാഖിബി മിസ്ലി ഹാദിഹിൽ ബൈഅ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്ന ആളുകളുമായി ഇങ്ങനത്തെ ഒരു കരാറുണ്ടായാൽ അതിന്റെ പര്യവസാനം, അതിന്റെ ഭവിഷ്യത്ത്, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടകഷ്ടങ്ങൾ,
ഖുറൈശികൾക്ക് വരുന്ന അവർക്കത് കൃത്യമായി അറിയുമായിരുന്നു. വനത ഇജിഹ അതുകൊണ്ടുണ്ടാകുന്ന അതിന്റെ ഫലങ്ങൾ ബിൻ നിസ്ബത്തില അംഫുസിഹിം വ അംവാലിഹിം ഖുറൈശികൾക്ക് അവരുടെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഇത് വലിയ അപകടങ്ങൾ വരുത്തിവെക്കുമെന്ന് അവർക്കറിയുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഫമാ ഇൻ അസ്ബഹു ഈ ഖുറൈശികൾ നേരം പുലർന്ന ഉടനെ ഹത്താ തവജ്ജഹ വഫദുൻ കബീറുൻ മിൻ സുആമാഇ മക്ക മക്കയിലുണ്ടായിരുന്ന പ്രമുഖരായ ഖുറൈശികളിൽപ്പെട്ട വലിയൊരു സംഘം അവർ മുന്നിട്ടു. അവർ പോയി. അകാബിറു മുജ്രിമീഹ ഖുറൈശികളായ അവരിലുള്ള തലവന്മാരിൽപ്പെട്ട തെമ്മാടികളായ വലിയവരൊക്കെ ഇലാ മുഖയ്യമി അഹ്ലി യസ്രിബ് മദീനക്കാരായ ആളുകളുടെ ടെന്റുകൾ അവർ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് മിനയിൽ ഹജ്ജിന് വന്നിട്ട് ലിയുഖദ്ദിമ ഇഹ്തിജാജഹു ഷദീദ് അലാ ഹാദിഹിൽ മുആഹദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ കരാറുകൾ ഉണ്ടാക്കിയത് ഒരിക്കലും ശരിയായില്ല. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്കതിൽ വ്യക്തമായ വിമർശനമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു പരിഗണനയും കൊടുക്കാതെ ഞങ്ങൾ സ്വീകരിക്കാതെ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഈ വ്യക്തിയെ നിങ്ങൾ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ ആക്രമിക്കാനും ഞങ്ങളോട് യുദ്ധം ചെയ്യാനും ഞങ്ങൾ ആദർശത്തിന് തകർക്കാനും അതിനെ എതിർക്കാനും അവന് താങ്ങും തണലും സഹായികളുമായി നിൽക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ച പണിയല്ല. ഞങ്ങൾക്കതൊരിക്കലും സ്വീകാര്യമല്ല. അത് ഞങ്ങളും തമ്മിലുള്ള ആ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടും എന്ന് കൃത്യമായിട്ട് വരും. ഫഖദ് ഖാല യാ മാശറൽ ഖസ്റജ് അവർ പറഞ്ഞു ഖസ്റജ് സമൂഹമേ അഥവാ മദീനക്കാരെ പൊതുവിൽ അവർ ഖസ്റജി എന്നാണ് വിളിക്കൽ. ഔസും ഖസ്റജും ഉണ്ടെങ്കിലും ഇന്നഹു ഖദ് ബലഗന അന്നകും ഖദ് ജിഅ്തും ഇലാ സാഹിബിന ഞങ്ങൾക്കൊരു വിവരം കിട്ടിയത് ഞങ്ങളുടെ നാട്ടുകാരനായ ഇവന്റെ അടുത്തേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. തസ്തഖ്രിജൂനഹു മിൻ ബൈനി അദ്ഹുരിന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് അവനെ നിങ്ങൾ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. വതുബായിഉനഹു അലാ ഹർബിന ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ അവനോട് കരാർ ചെയ്തിരിക്കുകയാണ്. വ ഇന്നഹു വല്ലാഹ് ഈ സംഭവം ശരിയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവാണ് സത്യം. മാ മിൻ ഹയ്യിൻ മിനൽ അറബ് അറബികളിൽ നിന്നുള്ള ഒരു ഗോത്രവും ഒരു കുടുംബവുമില്ല അബ്ഗദു ഇലൈനാ മിൻ അൻ തൻശബൽ ഹർബു ബൈനനാ വബൈനകും മിൻകും ഞങ്ങളുടെയും അവരുടെ ഇടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന വിഷയത്തിൽ നിങ്ങളിലേറെ ഞങ്ങൾക്ക് വെറുപ്പുള്ള ഒരു കുടുംബവും ഉണ്ടാവുകയില്ല. ഇത് നിങ്ങളും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടാനും സംഘട്ടനമുണ്ടാകാനും കാരണമാണ്. കൃത്യമായി കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോ ഈ വിവരം അവർ പറഞ്ഞപ്പോ ഇവര് മദീനയിൽ വന്ന എല്ലാവരുടെ ഇടയിലാണ് ചെന്ന് പറയുന്നത്. അതിൽപ്പെട്ട മുസ്ലിമീങ്ങൾ മാത്രമേ ഇതിൽ ഇടപെട്ടിട്ടുള്ളൂ. മുശ്രിക്കീങ്ങൾക്ക് ഈ കാര്യം അറിയന്നെ. ഇപ്പൊ വലമ്മാ കാന മുശ്രിക്കുൽ ഖസ്റജി ലാ യഅരിഫൂന ശൈഅൻ മിൻ ഹാദിഹിൽ ബൈഅ ഇങ്ങനെ ഒരു കരാർ നടന്നതോ ഇവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയതോ അടുത്തു പോയതോ ഈ പറയുന്ന തീരുമാനമെടുത്തതോ മദീനയിൽ യസ്രിബിൽ നിന്ന് വന്ന ഖസ്റജിൽ വന്ന മുശ്രിക്കീങ്ങളായ ആളുകൾ അറിഞ്ഞിട്ടില്ലല്ലോ. ലിഅന്നഹ തമ്മത് ഫീ സിർരിയത്തിൻ താമ്മ പരിപൂർണമായ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ കരാർ അത് നടപ്പായത്, അതവർ നടത്തിയത്, അത് പൂർണ്ണമായത്. വഫീ ളലാമിൽ ലൈൽ രാത്രിയുടെ ഇരുട്ടിലാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഇൻ ബഅസ ഹഉലാഇൽ മുശ്രികൂൻ യഹ്ലിഫൂന ബില്ലാഹ് മദീനയിൽ നിന്ന് മുശ്രിക്കീങ്ങളായ ആളുകൾ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു മാ കാന മിൻ ശൈ വമാ അലിംന ഇങ്ങനൊന്നും നടന്നിട്ടില്ല, ഞങ്ങൾ ആരും അതോട് അറിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, അവരറിഞ്ഞിട്ടില്ല, ഇങ്ങനെ നടന്നിട്ടുമില്ല. ഹത്താ അതു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ യസ്രിബിൽ നിന്ന് വന്ന അബ്ദുല്ലാഹി ഇബ്നു സുലൂൽ പിന്നീട് മുനാഫിഖീങ്ങളുടെ തലവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ശത്രുത കാണിച്ച കാപട്യമുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ ആ മനുഷ്യനെ നേതാവാക്കാൻ വേണ്ടി മദീനക്കാർ തയ്യാറാകുന്ന സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു വെറുപ്പും ആ വ്യക്തിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ലഅനഹുല്ലാഹ് അലൈഹി മിനല്ലാഹിൽ ലആയിൻ അള്ളാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ കുടുംബത്തിനെയൊക്കെ പ്രയാസപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് ആ മനുഷ്യൻ. അലൈഹി ലഅയിനുല്ലാഹ്. ആ മനുഷ്യന്റെ അടുത്തേക്ക് അവർ ചെന്നു. ഫജഅല യഖൂൽ അപ്പൊ അവനും പറഞ്ഞു ഹാദാ ബാത്തിലുൻ ഇങ്ങനൊരു വിവരം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അത് വെറുതെ കളവാണത്. വമാ കാന ഹാദ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. വമാ കാന ഖൗമി ലിയഫ്താതു അലയ്യ മിസ്ല ഹാദ എന്റെ ജനങ്ങൾ എന്നെ അറിയിക്കാതെ എന്റെ അനുവാദമില്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്ന ആളുകളല്ല എന്ന്. ഇങ്ങനെ ചെയ്യൂല. ലൗ കുന്തു ബിയസ്രിബ് മാ സനഅ ഖൗമി ഹാദാ ഹത്താ യുആമിറൂനനി ഞാൻ മദീനത്താണെങ്കിൽ പോലും അവരോട് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ എന്റെ അഭിപ്രായം കാര്യങ്ങൾ ചോദിക്കാതെ എന്നോട് ഇതിനെക്കുറിച്ച് അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യൂല. ഇന്ന് ഞാൻ അവരെ കൂടെ മിനിയിലുണ്ട്, അപ്പൊ ഒരിക്കലും അത് നടക്കൂല എന്ന് ആ മനുഷ്യനും പറഞ്ഞു. അപ്പൊ മുശ്രിക്കീങ്ങൾക്ക് ഏകദേശം സമാധാനം. അമ്മൽ മുസ്ലിമൂൻ അപ്പൊ ഇതിൽ പങ്കെടുത്ത മുസ്ലിമീങ്ങൾ ഫനളറ ബഅദുഹും ഇലാ ബഅദിൻ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം നോക്കി. തുമ്മലാ ദുബിസ്വംതി പിന്നെ അവർ മൗനം പാലിച്ചു. ആരും അതിലൊന്നും പറയാനോ
അതല്ലെങ്കിൽ ആ സംഭവത്തിനെ കുറിച്ച് ഇടപെടാനൊന്നും അവർ പോയതുമില്ല. അവരൊന്നും പറഞ്ഞില്ല. ഫലം യതഹദ്ദസ് അഹദും മിൻഹും ബിനഫിയിൻ ഔ ഇസ്ബാത്ത്, ഇല്ല എന്നും പറഞ്ഞില്ല, ഉണ്ട് എന്നും പറഞ്ഞില്ല. അവരതിൽ ഇടപെടാനും പോലും. വലിയവരല്ലേ, കാര്യപ്പെട്ടവരല്ലേ, അവർ ചർച്ച ചെയ്തോട്ടെ, അവർ തീരുമാനമെടുത്തോട്ടെ. അങ്ങനെ ചെയ്തു. അതാണ് ഹിക്മത്ത്, അതാണ് പക്വത. അങ്ങനത്തെ കാര്യങ്ങൾ അതാണ്. എല്ലാ സ്ഥലത്തും എല്ലാവരും ചെന്ന് എല്ലാ കാര്യത്തിലും ഇടപെടാന്നുള്ളത് ഹിക്മത്തിൽപ്പെട്ടതല്ല, പക്വതയിൽപ്പെട്ടത്. കാര്യബോധമുള്ള ആളുകൾ സംസാരിക്കേണ്ടുന്ന അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ സംസാരിക്കും. അല്ലാത്ത സ്ഥലത്ത് മൗനം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് തന്റെ ഇടം. അതാണ് പക്വത. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ആദാബുകളാണ്. നമ്മുടെ ആദർശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കുടുംബപരമായ കാര്യങ്ങളും നമ്മുടെ ദീനിന്റെയും ദുന്യാവിന്റെ ഒക്കെ വിഷയങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഇതിന് പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് താൻ. വമാല സുഅമാഉ ഖുറൈശിൻ ഇലാ തസ്ദീഖിൽ മുശ്രിക്കീൻ, ഖുറൈശി പ്രമുഖരായ ആളുകൾ മുശ്രിക്കീങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് അവരെ വാസ്തവമാക്കിക്കൊണ്ട് അവർ തിരിച്ചുപോയി. ഫറജഉ ഖായിബീൻ, അവരുദ്ദേശിച്ച ലക്ഷ്യം നടക്കാതെ, അവർക്കിതിന് പ്രേരണ നൽകിയ പിശാചിന്റെ ഉദ്ദേശം കാര്യങ്ങൾ പൂർത്തിയാകാതെ അവർ പരാജയപ്പെട്ടവരായി, കാര്യങ്ങൾ നേടാതെ തിരിച്ചുപോയി. പിന്നെ മക്കയിൽ നിന്ന് വന്ന പ്രമുഖരായ ആളുകൾ മടങ്ങിപ്പോയി. വഹും അലാ ശിബ്ഹിൽ യഖീനി മിൻ കദിബി ഹാദൽ ഖബർ, അവർക്ക് ഏകദേശം ഇത് ഒരു കളവന്നെ ആയിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, ഉണ്ടെങ്കിൽ മദീനക്കാർ പറയാതിരിക്കൂല, നമ്മോട് നേരിടാനും എതിർക്കാൻ മാത്രമൊന്നും യസ്രിബിലുള്ള ആളുകൾ ഇന്നവർ പ്രാപ്തരല്ല എന്നൊക്കെ തന്നെയാണ് അവരുടെയും ധാരണ. ലാകിന്നഹും, പക്ഷേയെങ്കിലും, ലം യസാലു യതനത്തസൂനഹു, അഥവാ കൂടുതൽ അതിനെക്കുറിച്ച് ആഴത്തിൽ ഒന്നുകൂടി നമുക്കതിന് അന്വേഷിക്കേണ്ട വിഷയമുണ്ട്. അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ജാഗ്രത പാലിച്ചു അവർ കാണിച്ചു എന്നുള്ളത്. കൂടുതൽ വയുദഖിഖൂന നളറ ഫീഹി, ഒന്നുകൂടി നമുക്കതിനെക്കുറിച്ച് ഒന്ന് കൃത്യമായി അന്വേഷിക്കണം. ഈ കേട്ടതിൽ മാത്രം തൃപ്തിപ്പെട്ട് പിന്മാറേണ്ട ആവശ്യമില്ല, ഒന്നുകൂടി ഉറപ്പുവരുത്തുക എന്നുള്ള. ഹത്താ തഅക്കദ ലദൈഹിം അന്നൽ ഖബറ സഹീഹുൻ, കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷണം കാര്യങ്ങളും നടത്തിയപ്പോൾ അവർക്ക് പിന്നീട് ബോധ്യപ്പെട്ടു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരുമായ ഒരു കരാർ നടന്നിട്ടുണ്ട്, അത് രഹസ്യമായിരുന്നു, മറ്റു പലരും അറിയാതെ ഇങ്ങനെ നടന്നു എന്നവർക്ക് ഉറപ്പായി. വൽ ബൈഅത്തു ഖദ് തമ്മത് ഫിഅലൻ, പ്രാവർത്തികമായി സ്വാഭാവികമായിട്ട് ഇങ്ങനെ കരാർ അത് പൂർണ്ണമായിട്ടുണ്ട്. വദാലിക ബഅദമാ നഫറൽ ഹജീജു ഇലാ ഔതാനിഹി, പക്ഷെ അന്വേഷണത്തിന്റെ ഒടുവിൽ, ദിവസങ്ങളോളമുള്ള അന്വേഷണത്തിന്റെ പിന്നിലാണ്, അതിന്റെ ശേഷമാണ് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പോഴേക്ക് ഹജ്ജിന് വന്ന ആളുകളൊക്കെ അവരുടെ നാടുകളിലേക്കൊക്കെ മടങ്ങിപ്പോയിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഫസാറ ഫുർസാനുഹും ബി മുതാറത്തിൽ യസ്രിബിയീൻ, അങ്ങനെ മക്കക്കാരായ ആളുകളുടെ ഖുറൈശികളുടെ ആളുകൾ മദീനത്തിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളെ ആട്ടിക്കൂടാൻ വേണ്ടിയിട്ട് അവർ ഓടി. അവരെ പിടികൂടണം, സത്യം കൂടുതൽ കൃത്യമായി അന്വേഷിക്കണം, അവരെ വിചാരണ ചെയ്യണം, ചോദ്യം ചെയ്യണം. വലാകിൻ ബഅദ ഫവാത്തിൽ അവാൻ, പക്ഷെ സമയം നഷ്ടപ്പെട്ടിരുന്നു. ഇല്ല അന്നഹും തമക്കനു മിൻ റുഅയത്തി സഅദ് ഇബ്നു ഉബാദത വൽ മുൻദിർ ഇബ്നു അംറിൻ, മദീനയിൽ നിന്ന് വന്ന ഈ രണ്ട് ആളുകളെ അവർക്ക് കാണാൻ കഴിഞ്ഞു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, മുൻദിർ ഇബ്നു അംർ. മുസ്അബ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദഅവത്തിന് കൂടുതൽ സഹായം ചെയ്തു കൊടുത്ത സഅദ് ഇബ്നു ഉബാദ, ഇവർ കുറച്ച് പിന്നിലായിരുന്നു യാത്രയിൽ. ഫത്വാറദൂഹുമാ, മുശ്രിക്കീങ്ങളിൽപ്പെട്ട കുതിരപ്പടയാളികൾ ഇവരെ ആട്ടിക്കൂടി. ഫഅമ്മൽ മുൻദിറു ഫഅജസൽ ഖൗം, മുൻദിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം വാഹനത്തിന്റെ പുറത്ത് വേഗതയിലോടി രക്ഷപ്പെട്ടു. വഅമ്മാ സഅദുൻ, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ഫഅൽഖൗൽ ഖബ്ള അലൈഹി, അദ്ദേഹത്തിന് മുശ്രിക്കീങ്ങൾ പിടികൂടി. ഫറബത്തു യദൈഹി ഇലാ ഉനുഖിഹി ബിനിസൈ റഹ്ലിഹി, അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ പുറത്ത് കെട്ടിയിരുന്ന കയറഴിച്ചിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കഴുത്തിലേക്ക് കൂട്ടിക്കെട്ടി വരും. വജഅലു യദ്രിബൂനഹു, അദ്ദേഹത്തിന് അടിക്കാൻ തുടങ്ങി. വയജുറൂനഹു, അദ്ദേഹത്തിനെ വലിക്കാൻ തുടങ്ങി. വയജുറൂന ശഅറഹു, അദ്ദേഹത്തിന്റെ മുടിക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഹത്താ അദ്ഖലൂഹു മക്ക, ആക്രമിച്ച് ഉപദ്രവിച്ച് അദ്ദേഹത്തിന് മക്കയിലേക്ക് അവര് കൂട്ടിക്കെട്ടി കൊണ്ടുവന്നു. ഫജാഅ അൽ മുത്അം ഇബ്നു അദിയ് വൽ ഹാരിസ് ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യത, ഈ രണ്ടാളുകളും മുശ്രിക്കീങ്ങളായിരുന്നു, മക്കയിലുണ്ടായിരുന്ന പ്രമുഖരാണ്. അവർ വന്നിട്ട് ഫഖലസാഹു മിൻ ബൈനി ഐദീഹി, മുശ്രിക്കീങ്ങളുടെ ഇടയിൽ നിന്ന് ഇദ്ദേഹത്തെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട് രക്ഷപ്പെടുത്തി? അതിന് കാരണമുണ്ട്. ഇൻകാന സഅദുൻ യുജീറു ലഹുമാ ഖവാഫിലഹുമാ അൽ മാറത ബിൽ മദീന, മദീനയിൽ കൂടെ ഷാമിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഖുറൈശികളുടെ കച്ചവട സംഘങ്ങൾക്ക് വേണ്ട സഹായം സംരക്ഷണമൊക്കെ അദ്ദേഹം മദീനയിൽ വെച്ച് ചെയ്തു കൊടുക്കലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ വെച്ച് ആക്രമിച്ചു എന്നുണ്ടെങ്കിൽ ഇവരുടെ സാമ്പത്തികമായ കാര്യങ്ങൾ, അതിൽ കഷ്ടങ്ങൾ വരും എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനും മക്കക്കാരായ ആളുകളോട് പറഞ്ഞു. വയതഅസ്സബു ലഹു വയഗ്ളബു മിൻ ളാലിമിഹി, അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന ത്വയിൽ
വതശാവറത്തിൽ, അങ്ങനെ ഇദ്ദേഹം നിങ്ങൾ മദീനയിൽ കൂടെ ഷാമിലേക്ക് പോകുന്ന സമയത്ത് സംരക്ഷണം നൽകുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല. ഉപദ്രവിച്ചാൽ അത് നമ്മുടെ കച്ചവടത്തിനൊക്കെ ബാധിക്കും, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ ബാധിക്കും എന്ന് പറഞ്ഞു. വതശാവറത്തിൽ അൻസാറു ഹീന ഫഖദൂഹു അൻ യകിറു ഇലൈഹി. സഅദ് ഇബ്നു ഉബാദനെ കാണാതായപ്പോൾ മറ്റുള്ള മുസ്ലിമീങ്ങളായ ആളുകൾ, മദീനക്കാര്, അവർ മക്കയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാനും മറ്റുള്ള മുശ്രിക്കീങ്ങളെ ആക്രമിക്കാനും തീരുമാനിച്ചവർ കൂടിയാലോചിച്ചു. ഫഇദാഹു വഖദ് ത്വല അലൈഹിം. അപ്പോൾ അദ്ദേഹം ഇവരിൽ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവർ അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. ഫവസ്വലൽ ഖൗമു ജമിഅൻ ഇലൽ മദീന. അങ്ങനെ ഏതാണെങ്കിലും യസ്രിബിൽ നിന്ന് വന്ന എല്ലാ ആളുകളും സുരക്ഷിതരായിട്ട് മദീനയിലേക്ക് എത്തിച്ചേർന്നു. ഹാദിഹി ഹിയ ബൈഅത്തുൽ അഖബത്തി സാനിയ. ഇതിന് അൽ അഖബത്തുൽ കുബ്ര, അൽ അഖബത്തു സാനിയ എന്ന പേരിലൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന കരാറാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണ സഹായം, സംരക്ഷണം, ദഅവത്തിന് അത് നൽകാമെന്ന് മദീനക്കാരായ ആളുകൾ തീരുമാനമെടുത്ത, ആ പ്രവാചകന് വാക്ക് കൊടുത്ത ആ അഖബത്തുൽ സാനിയ, ബൈഅത്തുൽ അഖബത്തുൽ കുബ്ര എന്ന പേരിലൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടും. وقد تمت في جو تعلوه عواطف الحب والولاء والتناصر بين أشتات المؤمن. ചിന്ന ഭിന്നമായി കടക്കുന്ന, മക്കയിൽ കുറേ ഉണ്ട്, ഹബശിക്ക് കുറെ ആളുകൾ പോയിട്ടുണ്ട്, മദീനയിലുണ്ട്. ഇങ്ങനത്തെ ഒറ്റപ്പെട്ട് കൂട്ടം തെറ്റി നിൽക്കുന്ന മുസ്ലിമീങ്ങളുടെ ആളുകളുടെ ഇടയിലെ പരസ്പര സഹകരണം, സ്നേഹം, അവരിലെ വലാ, ആ പറയുന്ന ആ ബന്ധങ്ങളാണ്, ആ ഒരു അന്തരീക്ഷത്തിലാണ് ഈ പറയുന്ന കരാർ പൂർണ്ണമാകുന്നത്. അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ നമ്മളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, അള്ളാഹുവിന്റെ ദീനിൽ മർദ്ദിതരായ ആളുകൾക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ പറയുന്ന തീരുമാനം, ധീരത, അള്ളാഹുവിന്റെ പൂർണ്ണമായ വിശ്വാസം, ആ മാനസികാവസ്ഥയിലാണ് ഈ കരാർ പൂർണ്ണമാകുന്നത്. ഫമുഅ്മിനും മിൻ അഹ്ലി യസ്രിബ്. യസ്രിബിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ, യഹ്നു അലാ അഖീഹിൽ മുസ്തദഅഫി ഫീ മക്ക. മദീനയിലുള്ള മുഅ്മിനായ ഒരു സഹോദരൻ മക്കയിൽ ആദർശത്തിന്റെ പേരിൽ പീഡനം സഹിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു മുഅ്മിനോടുള്ള ദയയും വാത്സല്യം, എങ്ങനെയെങ്കിലും അവന് രക്ഷപ്പെടാൻ, അവർക്ക് രക്ഷപ്പെടാൻ ആദർശത്തിന്റെ പേരിലുള്ള ഈ ഒരു ബന്ധത്തിൽ അവർ താല്പര്യപ്പെടുകയാണ്, അതിനുവേണ്ടി ശ്രമം നടത്തുകയാണ്, അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണ്. വയഗ്ളബു മിൻ ളാലിമിഹി. ആ മുഅ്മിനായ, മക്കയിലുള്ള മുഅ്മിനായ മനുഷ്യൻ ആക്രമിക്കുന്ന ആളുകളോട് മദീനക്കാരൻ ദേഷ്യപ്പെടും. വതജീഷു ഫീ ഹനായാഹു മശാഇറുൽ വുദ്ദി ലിഹാദൽ അഖി അല്ലദീ അഹബ്ബഹു ബിൽ ഗൈബി ഫീ ദാത്തില്ല. നേർക്ക് നേരെ കണ്ടിട്ട് പോലുമില്ല, എന്നാലും ആദർശത്തിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ പേരിലുള്ള സാഹോദര്യം, അത് ആ പറയുന്ന ബന്ധത്തിന്റെ പേരിലാണ്. അല്ല ദുന്യവിയായ യാതൊരു ലക്ഷ്യവും യാതൊരു താല്പര്യവും ഇല്ല. ആ നിലക്കാണ് അൻസ്വാരികൾ ഈ മക്കക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്നതും അവർ ഇതിനു വേണ്ടിയിട്ടുള്ള പണിയുമെടുക്കുകയാണ്. വലം തകുൻ ഹാദിഹിൽ മശാഇറു വൽ അവാതിഫു നതീജത നസ്അത്തിൻ ആബിറത്തിൻ തസൂലു അലാ മർറിൽ അയ്യാം. ഈ ബന്ധങ്ങൾ, ആദർശ ബന്ധം ഒരു ദിവസമോ 2 ദിവസമോ ഒരാവേശത്തിന്റെ മുകളിൽ ഉണ്ടായതല്ല. ചുരുക്കിയത് പറഞ്ഞ ബൽക്കാന മസ്ദറുഹാ ഹുവൽ ഈമാൻ ബില്ലാഹി വബി റസൂലിഹി വബി കിതാബി. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, അള്ളാഹുവിന്റെ റസൂലിലും ഖുർആനിലുമുള്ള ആ ആദർശത്തിൽ കൃത്യമായി വിശ്വസിച്ചപ്പോൾ ഈ വിശ്വാസമുള്ള ആളുകൾ ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും, അവരും നമ്മളും കണ്ടിട്ടില്ലെങ്കിലും, അവരും തമ്മിലും മറ്റുള്ള ദുന്യവിയ ഒരു ബന്ധമില്ലെങ്കിലും, അവർക്ക് വേണ്ടി നമ്മൾക്ക് ലഭിച്ച ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും നമ്മൾ കഴിവിന്റെ പരമാവധി ഒരുക്കി കൊടുത്തേ മതിയാകൂ. അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ മതിയാകൂ, അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തേ മതിയാകൂ. ഇതാണ് യഥാർത്ഥ ഈമാനിന്റെ, ആദർശത്തിന്റെ സ്നേഹം, ബന്ധം എന്ന് പറയുന്ന നമ്മിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും ലക്ഷ്യം വെക്കുന്നതും ഈ പറയുന്ന ബന്ധങ്ങളാണ്, കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടതും, അതിനുവേണ്ടി ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടതും. ഈമാനുൻ, ഈ പറയുന്ന ആദർശം, വിശ്വാസം, ലാ യസൂലു അമാമ അയ്യ ഖുവ്വത്തിൻ മിൻ ഖുവാത്തിൽ ദുൽമി വൽ ഉദ്വാൻ. ശത്രുതയുടെയോ അതിക്രമത്തിന്റെയോ ശക്തികൾ ആരാണെങ്കിലും അവരുടെ ആ ശക്തിയുടെ മുന്നിൽ ഒരിക്കലും നീങ്ങിപ്പോകാത്ത ആദർശം, ഏത് ഭീഷണികളുണ്ടെങ്കിലും, ഏത് എതിർപ്പുകളുണ്ടെങ്കിലും ആദർശം, ഈ പറയുന്ന ആദർശം ഒരിക്കലും നീങ്ങിപ്പോകാത്തത്. ഈമാനുൻ ഇദാ ഹബ്ബത് റീഹുഹു ജാഅത് ബിൽ അജായിബി ഫിൽ അഖീദതി വൽ അമൽ. ഈ പറയുന്ന നിലക്കുള്ള ഈമാൻ ഒരാളെ മനസ്സിൽ തട്ടിയാൽ, അതിന്റെ കാറ്റ് വീശിയാൽ അത് അത്ഭുതങ്ങൾ കൊണ്ടുവരും ഒരാളെ ആദർശത്തിലും അവന്റെ പ്രവർത്തനങ്ങളിലും ഇബാദത്തുകളിലും അവന്റെ വിശ്വാസത്തിലൊക്കെ. വബിഹാദൽ ഈമാനി ഇസ്തത്വാൽ മുസ്ലിമൂൻ. ഈ ആദർശം അവർ കൈവരിച്ചപ്പോഴാണ് മുസ്ലിമീങ്ങൾക്ക്, ആദ്യകാലത്തെ മുസ്ലിമീങ്ങൾക്ക് കഴിഞ്ഞത്, അൻ യുസജ്ജിലു അലാ ഔറാഖിദ് ദഹരി അഅ്മാലൻ. ഈ ലോകത്തിന്റെ ഏടുകളിൽ ഇതുപോലത്തെ പ്രവർത്തികൾ അവർക്ക് എഴുതി വെക്കാനും രേഖപ്പെടുത്താനും കഴിഞ്ഞത്.
വയത്തുറുക്കു അലൈഹ ആധാരൻ, നമുക്കൊക്കെ മനസ്സിലാക്കാനുള്ള പാഠങ്ങളും അധ്യാപനങ്ങളും നമുക്ക് ബാക്കി വച്ചതും ഇങ്ങനത്തെ ആദർശം അവർ സ്വീകരിച്ചതിന്റെ ശേഷമാണ്. ഭാവിയിൽ വരാൻ സാധ്യതയില്ലാത്ത നിലക്ക് കഴിഞ്ഞുപോയ കാലങ്ങളിലും ഇതുപോലത്തെ ഇത്ര വലിയൊരു ആത്മാർത്ഥമായ സ്നേഹം ബന്ധങ്ങളും ചരിത്രത്തിൽ അവതരിപ്പിക്കാനില്ലാത്ത നിലക്കുള്ള ബന്ധങ്ങളായിരുന്നു. ചുരുക്കത്തിൽ അള്ളാഹുവിന്റെ ഫضല് കൊണ്ട് ഈ കരാറും കാര്യങ്ങളും പൂർണ്ണമായി മദീനക്കാരായ ആളുകൾ സുരക്ഷിതരായി അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. എന്താണ് നിങ്ങൾ കളിക്കുന്നുണ്ട്? കുറച്ച് ആളുകൾ ചെറിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഞാൻ കുറച്ചേലേക്ക് വന്നു, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുന്നിലേക്ക് വന്നിരുന്നു നിങ്ങൾ. അങ്ങനെ വബഅദ അൻ തമ്മത്ത് ബൈഅത്തുൽ അഖബത്തി സാനിയ, ഈ പറയുന്ന ബൈഅത്ത് അൽ അഖബത്തുൽ കുബ്ര ഇത് പൂർണ്ണമായതിന്റെ ശേഷം വനജഹൽ ഇസ്ലാമു ഫീ തഅസീസി വത്നിൻ ലഹു ദീനുൽ ഇസ്ലാം, ഇസ്ലാമികമായ ആദർശം, അതിന് ഒരു നാട്, അത് ഈ ഭൂമിയിൽ അതിന് അസ്ഥിവാരങ്ങൾ, അതിനെ തറയിട്ടു, അതിൽ വിജയിച്ചു. വസത സഹറാഇൻ തമൂജു ബിൽ കുഫ്രി വൽ ജഹാല, വിഡ്ഢിത്തരം ഒരു ഭാഗത്തിൽ കൂടെ, സത്യനിഷേധം മറ്റൊരു ഭാഗത്തിൽ കൂടെ, അതുകൊണ്ട് തളച്ചുമറിയുന്ന തിരമാലകൾ അടിക്കുന്ന ഈ ഭൂമിയിൽ ദീനുൽ ഇസ്ലാമിന്റെ ഈ ആദർശം സ്വീകരിക്കാനും അതനുസരിച്ച് പോകാനും തയ്യാറായ ഒരു ഭൂപ്രദേശം, ഒരു നാട്, അത് ഈ പറയുന്ന കരാറോടുകൂടെ അതിന് തറയിട്ടതിന്റെ ശേഷം സത്യത്തിൽ വഹുവ അഖ്തറു കസ്ബിൻ ഹസല അലൈഹിൽ ഇസ്ലാമു മുൻദു ബിദായത്തി ദഅവത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചോടെ മുതൽ ഏറ്റവും അപകടകരമായ ഒരു ഘട്ടമാണ്. പല രാജ്യക്കാരോടും, അടുത്തുള്ളവരും ദൂരത്തുള്ളവരോടും വർഷങ്ങളോളം 13ഓളം കൊല്ലക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിനെ സ്വീകരിക്കാനും അതിന് സഹായികളാകാനും ആവശ്യപ്പെട്ട് ആരും സ്വീകരിക്കാത്ത ഈ കാലഘട്ടത്തിൽ, ആ നാട്ടിൽ, ആ സമൂഹത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം നൽകാനും അവിടുത്തെ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറായി ദരിദ്രരായ, അന്ന് ചരിത്രത്തിൽ പേരും പ്രശസ്തിയും ഇല്ലാത്ത, അറിയപ്പെടാത്ത യസ്രിബ് എന്ന് പറയുന്ന ആ പ്രദേശത്തുള്ള കുറച്ച് ആളുകൾ തയ്യാറാകുക. നിങ്ങൾ ഞങ്ങളെ നാട്ടിൽ വന്നോളി, ഞങ്ങൾ ഇതിന് സംരക്ഷണം തരാം, അഭയം തരാം. ഇത് വളരെ അപകടകരമായ ഒരു വിഷയമാണ്. ആ അപകടകരമായ വിഷയം ഈ കരാറ് അത് എഴുതുന്ന, അത് തീരുമാനിക്കുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ ഈ പറയുന്ന കരാർ പൂർണ്ണമായപ്പോ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മുസ്ലിമീന ബിൽ ഹിജ്റത്തി ഇലാ ഹാദൽ വതൻ, ഈ പ്രദേശത്തേക്ക്, ആ നാട്ടിലേക്ക്, യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഹിജറ പോകാൻ മുസ്ലിമീങ്ങൾക്ക് അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിക്ക് റഹിമഹുല്ലാഹി റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഹിജറ പോകാൻ പറ്റുന്നൊരു പ്രദേശം, ധാരാളം ഈത്തപ്പന മരങ്ങളുള്ള, 2 കുന്നിന്റെ ഇടയിലുള്ള, മദീനയിലുള്ള 2 കുന്ന്, ഉഹദ് പർവ്വതവുമായി അപ്പുറത്തുള്ള മറ്റ് 2 കുന്നിന്റെ ഇടയുള്ള ഒരു പ്രദേശമായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കൽപ്പന കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ഹിജറ പോയിക്കോളി, അവിടെയുള്ള ആളുകൾ ഇതിന് സംരക്ഷണം തരാം, നിങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്നത് ചെയ്തു തരാം എന്ന് വാക്ക് കൊടുത്ത് കരാറ് പറഞ്ഞുറപ്പിച്ചു പോയതുമാണ്. അങ്ങോട്ട് ഹിജറ പോകാൻ വേണ്ടി താല്പര്യമുള്ള ആളുകളോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വലം യകുൻ മഅനൽ ഹിജ്റത്തി, ഹിജറ എന്ന് പറഞ്ഞാൽ നാടും വീടും പോവുക, ആ വാക്കിന്റെ അർത്ഥം അതിന് മാത്രം ഗൗരവമുള്ളതായിരുന്നു എന്ന്. ഹിജറ പോവുക എന്ന് പറഞ്ഞാൽ എന്താ? ഹിജറ പോവുക എന്ന് പറഞ്ഞാൽ ഇല്ല ഇഹ്ദാറുൽ മസാലിഹ്, ഭൗതികമായ നമുക്കുള്ള എന്തൊക്കെ നന്മകൾ, വീടതിൽ, തൊഴിലതിൽ, സമ്പത്തതിൽ, കുടുംബങ്ങളതിൽ, ആളും പാളും അതിൽ, അത്രയും കാലം ജനിച്ച് പരിചയപ്പെട്ട അനുഭവ സമ്പത്ത്, ഇത് മുഴുവനാണ് നഷ്ടപ്പെടുക എന്നുള്ളത്. ഇത് മുഴുവനും ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇല്ല ഇഹ്ദാറുൽ മസാലിഹ് വത്തളഹിയത്ത് ബിൽ അംവാൽ, അവന്റെ സമ്പത്ത് മുഴുവനും അത് ബലി നൽകുക എന്നുള്ളത്. വീട് വിറ്റിട്ട് കാശുണ്ടാക്കാൻ കഴിയൂല, കൃഷിസ്ഥലങ്ങൾ ഉണ്ടാകും, കടകൾ ഉണ്ടാകും, അതേപോലെ തന്നെ ആളുകളുമായിട്ടുള്ള മറ്റുള്ള ഇടപാടുകൾ ഉണ്ടാകും, ബന്ധങ്ങളുണ്ടാകും, അനുഭവങ്ങൾ ഈ പറയുന്നത് മുഴുവനും നഷ്ടപ്പെടും ഒരാൾക്ക് ഹിജ്റ പോകുമ്പോൾ. വന്നജാത്തു ബിശ്ശഖ്സി ഫഹസ്, ഏറി വന്നാൽ സ്വന്തം ശരീരം മാത്രം സുരക്ഷിതമാണ്, ഭാര്യയും കുട്ടികളെയും പോലും ഒപ്പം കൊണ്ടുപോകാൻ പലപ്പോഴും പറ്റാത്ത അവസ്ഥകൾ. ശേഷം പറയുന്നുണ്ട് ചില ആളുകളുടെ ഹിജ്റയുടെ അനുഭവങ്ങൾ. മഅൽ ഇശ്ആരി, സ്വന്തം ശരീരേറ്റും തന്നെ ഒരാൾ പോവുകയാണെങ്കിൽ മഅൽ ഇശ്ആരി ബി അന്നഹു മുസ്തബാഹുൻ മൻഹു, വഴിയിൽ വെച്ച് അതിന്റെ തുടക്കത്തിലോ അതല്ലെങ്കിൽ അതിന്റെ ഇടയിൽ വെച്ചോ അതിന്റെ അവസാനത്തിൽ വെച്ചോ അവനെപ്പോലും ആക്രമിക്കപ്പെടാനും അവനെപ്പോലും ശത്രുക്കൾ പിടികൂടാനും അവന്റെ രക്തം ചിന്താൻ പോലും സാധ്യതയുണ്ട്. ഒരു സുരക്ഷയുമില്ല, ഭൗതികമായ ഒരു നന്മകളോ നേട്ടങ്ങളോ പ്രത്യക്ഷത്തിൽ കാണാനുമില്ല. ഈ ലോകത്തുള്ള സംവിധാനങ്ങൾ മുഴുവനും ഒരു വ്യക്തിനെ സംബന്ധിച്ച് തകർന്ന് തരിപ്പണമായിട്ട് നഷ്ടപ്പെട്ടിട്ട് വെറും കൈയോടെ, എന്നാൽ തന്നെ അവന്റെ സ്വന്തം ശരീരത്തിന് പോലും സുരക്ഷ അവന് പ്രതീക്ഷിക്കാനും പറ്റൂല. ആ നിലക്ക് സ്വന്തം നാട്ടിൽ നിന്ന് പോകും. ഇതാണ് ഹിജ്റ. ഖദ് യഹ്ലികു ഫി അവാഇലി ത്വരീഖ്,
ഒരു പക്ഷേ ആ പോകുന്ന വ്യക്തി അവന്റെ ആ സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന വഴിയുടെ തുടക്കത്തിൽ നശിക്കാം, ശത്രുക്കൾ ആക്രമിക്കാം. ഔ നിഹായത്തിഹ, അതല്ലെങ്കിൽ അതിന്റെ അവസാനത്തിലെത്താനാകുമ്പോൾ അവന് നാശങ്ങൾ പിടികൂടാം. വബിഅന്നഹു യസീറു നഹ്വ മുസ്തഖ്ബലിൻ മുബ്ഹം. ഇനിയിപ്പോ മദീനത്തോടെ ചെന്നാൽ നല്ലൊരു തൊഴിലുണ്ട്. ഇവിടെ നിന്ന് ഗൾഫിലേക്കും മറ്റും പോകുന്ന ആളുകൾ നല്ല വിസയുണ്ട്, രേഖയുണ്ട്. അവിടെ ചെന്ന് നല്ല കമ്പനിയുണ്ട്, മാസാമാസം നല്ല സാലറിയുണ്ട്, മറ്റുള്ള ഭൗതികമായ ഒരുപാട് നേട്ടങ്ങളും പ്രതീക്ഷകളും അതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് ഒരാൾ ഇന്ന് ഇവിടെ തൊഴിലും മറ്റും അന്വേഷിച്ചു പോകുന്നത്, വിദ്യാഭ്യാസം കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. വേറുള്ള ആളുകൾ, മറ്റു കുടുംബങ്ങൾ, ദുന്യവിയായ ഇവിടുത്തതിലേറെ അവിടെ വിശാലതയും നേട്ടവും ഉണ്ടായിട്ട് ഇവർ പോകുന്ന സമയത്ത് നഹ്വ മുസ്തഖ്ബലിൻ മുബ്ഹം, ഒരു അറിവും വിവരവുമില്ലാത്ത, ഒരു കൃത്യതയുമില്ലാത്ത ഒരു ഭാവിയിലേക്കാണ് ഒരാൾ സഞ്ചരിക്കുന്നത്. ലാ യദ്രി മാ യതമഖ്ഖലു അൻഹു മിൻ ഖലാഖില വ അഹ്സാൻ. ആ പറയുന്ന ഭാവിയിൽ ഈ യാത്ര കാരണം എന്തൊക്കെ വിപത്തുകൾ, ഏതൊക്കെ ദുരിതങ്ങൾ ഈ വ്യക്തി നേരിടേണ്ടി വരും, എന്തൊക്കെ കഷ്ടപ്പാടുകൾ, ഏതൊക്കെ സങ്കടങ്ങൾ ഇവന് സഹിക്കേണ്ടി വരും. ഒരു വിവരവുമില്ലാത്ത, പൂർണ്ണമായി അടഞ്ഞ ഒരു ഭാവിയാണ്, പൂർണ്ണമായി അടഞ്ഞ, ഒരിക്കലും പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത ഒരു ഭാവി. എന്തിനാണിത് പോകുന്നത് എന്ന് ചോദിച്ചാൽ തന്റെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന്റെ പ്രവാചകന്റെ കൂടെ ആയിത്തീരണം. ഈ ഒരു ലക്ഷ്യം മാത്രമാണ്. മൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. സഹാബത്തിന്റെ ആ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ആ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഫമൻ കാന ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. ആളുകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതും അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളനുസരിച്ചാണ്. ബിന്നിയാത്ത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. നല്ലൊരു തൊഴിലോ, നല്ലൊരു വീടോ, അതിന് ഭൗതികമായ എന്തെങ്കിലും സംവിധാനങ്ങളോ ഒന്നും അവിടെ പ്രതീക്ഷയില്ല. ഒരാൾക്ക് ഒന്നും പ്രതീക്ഷയില്ല. ഏത് സമയത്തും അവൻ അപകടത്തിന്റെ മുന്നിലാണ് താൻ. ഇതൊക്കെ അറിഞ്ഞും കണ്ടും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന്റെ റസൂലിന്റെ കൂടെയായിരിക്കണം. അവിടുന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി മാതൃകയാക്കി ഈ ലോകത്ത് കഴിച്ചുകൂട്ടണം. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രം വെച്ച് ആളുകൾ പോവുകയാണ്. അതാണ് ഹിജ്റ. അവർ നടത്തിയ ഹിജ്റ അതാണ് അവർ നടത്തിയ ഹിജ്റ. ഇന്ന് പല ആളുകളും ഫമൻ കാനത് ഹിജ്റതുഹു ലിദുന്യ യുസീബുഹാ, ദുന്യാവ് കിട്ടാൻ വേണ്ടിയിട്ടോ നല്ല ജോലിയും തൊഴിലും വാളതും കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു രാജ്യത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്ന ആളുകൾ ധാരാളമുണ്ട്. യൂറോപ്പുകളിലേക്കും മറ്റുള്ള പല രാജ്യങ്ങളിലേക്കൊക്കെ. അതേപോലെ അതല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട സ്ത്രീ ആ നാട്ടിലേക്ക് പോയിട്ടുണ്ട്, അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി. അത് ദുന്യവിയായ നിയത്തുകളും ഉദ്ദേശങ്ങളുമാണ്. പേരിൽ ഹിജ്റ എന്നാണെങ്കിലും ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും വ്യത്യാസപ്പെടും. അതിനനുസരിച്ച് പ്രതിഫലത്തിനും വ്യത്യാസങ്ങളുണ്ടാകും. ഇങ്ങനെയാണ് ഇവർ ഹിജ്റ പോയത്. ലാ യദ്രി മാ യതമഖ്ഖലു അൻഹു മിൻ ഖലാഖില വ അഹ്സാൻ. ഈ ഹിജ്റ കാരണം എന്തൊക്കെ ദുരിതങ്ങൾ, ഏതൊക്കെ കഷ്ടപ്പാടുകൾ, എന്തൊക്കെ യാതനകൾ ഇനി നേരിടേണ്ടി വരും, ഒരു പിടിയുമില്ല, ഒരു വരും. വബദഅ അൽ മുസ്ലിമൂന യുഹാജിർ. ഏതാണെങ്കിലും മുസ്ലിമീങ്ങൾ ഹിജ്റ പോകാൻ ആരംഭിച്ചു. മക്ക എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രദേശമാണ്. ഭൗതികമായ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവിടെ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട്. മറ്റുള്ള അറബികൾ, ലോകത്തുള്ള ആളുകളും വഴിയും മക്കക്കാരായ ആളുകളെ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ അയൽവാസികൾ, അതിന്റെ അടുത്തുള്ളവരെ നിങ്ങൾക്ക് ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കും. ഇതൊക്കെ നഷ്ടപ്പെടാണ് ഒരാൾക്ക്. അങ്ങനെ ഏതാണെങ്കിലും മുസ്ലിമീങ്ങളായ ആളുകൾ ഹിജ്റ പോകാൻ ആരംഭിച്ചു. വഹും യഅരിഫൂന കുല്ല ദാലിക്. ഈ പറയുന്ന ഭീഷണികൾ മുഴുവനും അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ. വഅഖദൽ മുശ്രികൂൻ. എന്നാൽ സ്വന്തം നാട്ടിൽ നിന്നിങ്ങനെ പോകുകയാണെങ്കിൽ സ്വസ്ഥമായി പോകാൻ അതിനോട് മുശ്രിക്കീങ്ങൾ അതിനും അനുവദിക്കുന്നില്ല. വഅഖദൽ മുശ്രികൂന യഹൂലൂന ബൈനഹും വബൈന ഖുറൂജിഹിം. അവർ ഹിജ്റ പോകുന്നതിന്റെ ഇടയിലും അവരുടെ ഇടയിലും മുശ്രിക്കീങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന നിലക്കൊക്കെ മറയിടാനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ആരംഭിച്ചു. എന്തുകൊണ്ട് മുശ്രിക്കീങ്ങൾ തടസ്സം സൃഷ്ടിച്ചു? ലിമാ കാനൂ യഹിസ്സൂന മിനൽ ഖത്തർ. ഇവർ ഹിജ്റ പോയി അവിടെ ചെന്നൊരു കൂടി ആളും പാളും ആയാൽ അത് നമുക്ക് ഭീഷണിയാണ് എന്ന് മുശ്രിക്കീങ്ങൾക്ക് കൃത്യമായി അന്ന് തന്നെ അറിയുമായിരുന്നു. വഹാക നമാദിജു മിൻ ദാലിക്. ഈ പറയുന്ന സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ ഹിജ്റ പോകുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന യാതനകളും മുശ്രിക്കീങ്ങളും ശത്രുക്കളും അവരെ കാണിച്ച ഉപദ്രവങ്ങളിൽപ്പെട്ട ചില ഉദാഹരണങ്ങൾ ശേഷം പറയുന്നു. ഒന്നാമത് ഹിജ്റ പോയയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ കാന മിൻ അവ്വലിൽ മുഹാജിരീന അബൂ സലമത റളിയല്ലാഹു അൻഹു. ഹിജ്റ പോയയുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ആദ്യത്തവർ എന്ന് പറയാൻ പറ്റുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാൾ അബൂ സലമ റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ പ്രകാരം കാര്യങ്ങൾ തിരിഞ്ഞ് കറങ്ങി വന്ന് അവസാനം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായി വരികയാണ്.
ഏറ്റവും ആദ്യം ഹിജറ പോയത് അബൂ സലമയാണ് റളിയല്ലാഹു അൻഹു. ഹാജറ ഖബലൽ അഖബത്തിൽ കുബ്ര ബിസനത്തിൻ, ഏകദേശം പ്രവാചകനും ഈ സഹാബികൾ മദീനക്കാരും തമ്മിൽ കരാറ് അത് പൂർണ്ണമാകുന്നതിന്റെ ഏകദേശം 1 വർഷം മുമ്പ് തന്നെ അദ്ദേഹം മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളത്. അലാമ ഖാലഹു ഇബ്നു ഇസ്ഹാഖ്, ചരിത്രകാരന്മാരായ പണ്ഡിതന്മാരങ്ങനെ പലരും അങ്ങനെ പറയുന്നു, മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹിമഹുല്ലാഹ് അടക്കം. വസൗജത്തുഹു അബ്നു, അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട്, ഭാര്യയുമുണ്ട്. ഈ കുട്ടിനെയും ഭാര്യയെയും കൂട്ടി അദ്ദേഹം നാട്ടിൽ ഹിജറ പോകാൻ തീരുമാനിക്കുകയാണ്. ഫലമ്മ അജ്മഅ അലൽ ഖുറൂജി, അങ്ങനെ ഹിജറ പോകാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്തു. ഭാര്യയും സമ്മതിച്ചു, ചെറിയ കുഞ്ഞിനെയും കൊണ്ട്. ഖാല ലഹു അസ്ഹാറുഹു, അപ്പൊ അദ്ദേഹത്തിന്റെ അളിയന്മാർ, ഭാര്യയുടെ സഹോദരന്മാരും കുടുംബങ്ങൾ, അങ്ങനെയാണ് ചില വിഷയങ്ങൾ. ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ വല്ല കുഴപ്പങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. കുടുംബങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ കുടുംബങ്ങളിൽപ്പെട്ട, പ്രത്യേകിച്ച് ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതിൽ ചില ആളുകൾ ഇടപെട്ട് അത് സുൽഹാക്കി, നന്നാക്കി, അതിൽ പക്വതയോടെ കൈകാര്യം ചെയ്ത് ഒത്തൊരുമയിൽ പോകാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം ചില ആളുകൾ അവിടെ ആവേശം കൊള്ളും. ആവേശം കൊണ്ടിട്ട് ഇത് ഞങ്ങളെ സഹോദരിയാണ്, ഞങ്ങളെ വേണ്ടപ്പെട്ടതാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഭർത്താവ് നിങ്ങൾ ഇങ്ങനെയാണ്, വേറെ ആ കുടുംബം കലക്കാം. അവരാ കുടുംബത്തിൽ പിന്നീട് ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ അത് കൂട്ടി, അത് പിന്നീട് തമ്മിൽ ഛിദ്രതയുണ്ടാക്കി, ആ കുടുംബത്തെ തെറ്റി പിരിഞ്ഞ് ആ ബന്ധം മുറിച്ച് അവിടെ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഈ പറഞ്ഞ ആവേശം, സഹായം, കാര്യങ്ങളൊന്നും പലപ്പോഴും ചെയ്യൂ. അങ്ങനത്തെ ചില കുടുംബങ്ങൾ അവർക്ക് ആവേശം കാണിക്കും. സഹോദരിയോട് സ്നേഹം ഉണ്ടാകും. ഞാൻ എല്ലാവരെയും വിമർശിക്കാന്നുള്ളതല്ല. ഈ വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പക്വതയോടെ കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ നല്ല നിലക്ക് പറഞ്ഞ് ഇതിന്റെ വരും വരായികളും ഭവിഷ്യത്തുകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് പരമാവധി കൂട്ടിയണക്കാനാ ശ്രമിക്കേണ്ടത്, സുൽഹാക്കാനാ ശ്രമിക്കേണ്ടത് ബന്ധങ്ങളിൽ. അതല്ലാതെ അത് കൂട്ടിയത് ബന്ധം മുറിച്ചു, അതിൽ ആവേശം കൊള്ളുക എന്നുള്ളത് ഒരിക്കലും നല്ല ഒരു സ്വഭാവത്തിൽ പെട്ടതല്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ സംസാരങ്ങളും ഇടപെടൽ കൊണ്ട് പരമാവധി കൂട്ടി യോജിപ്പിച്ച് ഒത്തൊരുമിച്ച് കൊണ്ടുപോയി അതെങ്ങാനും പിരിഞ്ഞാൽ ആ കുടുംബത്തിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതിലുള്ള കുട്ടികൾക്കുള്ള ദുരിതങ്ങൾ, യാതനകൾ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ തൽക്കാല സമയത്തുള്ള ആ ഒരു വെറുപ്പും വിദ്വേഷങ്ങളും അത് മാറാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്താൽ അത് നല്ല നിലക്ക് പോകും. ഇവിടെയും തന്നെ ഇവർ ഹിജറ പോകുന്ന സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സഹോദരന്മാര്, അസ്ഹാറുകൾ, അളിയന്മാരായ ആളുകൾ അവരവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം അബൂ സലമയോട് പറഞ്ഞു, ഹാദിഹി നഫ്സുക ഗലബത്തന അലൈഹ, നിന്റെ ശരീരം, നിന്റെ തടി, അതിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയൂല, നീ ഞങ്ങളോട് മത്സരിച്ച് പോവുകയാണ്, ഞങ്ങളൊന്നും അതിൽ തടസ്സം സൃഷ്ടിക്കുന്നില്ല. അറഅയ്ത സാഹിബതന ഹാദിഹി, ഞങ്ങളുടെ സഹോദരി, നിന്റെ ഭാര്യയായ ഉമ്മു സലമ, അവളുടെ കാര്യം, അലാമന തുറുക്കുക തസീറു ബിഹാ ഫിൽ ബിലാദ്, നീ ഹിജറയാണ്, വേറുള്ളതാണ്, ആദർശാണ്, ദീനാണ് എന്നൊക്കെ പറഞ്ഞ് അവളെയും കൊണ്ട് ഈ ഭൂമിയിൽ എങ്ങോട്ട് പോകാനാണ് നീ? അവൾക്ക് എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാൽ, ഭർത്താക്കന്മാർ ദീനും തൗഹീദും സലഫിയത്തൊക്കെ പറയുമ്പോൾ കുടുംബത്തിൽപ്പെട്ട സഹോദരിമാർ ദീൻ മനസ്സിലാക്കാൻ കഴിയാത്ത, അത് സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾ വന്ന് ഫസാദും ഫിത്നകളും ഉണ്ടാക്കും. അവർ സത്യത്തിൽ ഈ പറയുന്ന സഹോദരിക്കുള്ള സഹായികളല്ലതാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അവൾ അകറ്റുന്ന, അതിന് സഹായികളായി നിൽക്കാത്ത, ആ സമയത്ത് ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട് അവളെ അതിൽ നിന്ന് പിന്മാറ്റുന്ന, അതിനുവേണ്ടി ശ്രമം നടത്തുന്ന ആളുകൾ ഏത് രൂപത്തിൽ, ഏത് പേരിലുള്ളവരാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും സഹോദരിമാരാണെങ്കിലും കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ സത്യത്തിൽ അവർ ദീനിലും ദുന്യാവിലും ആ പെണ്ണിനെ സംബന്ധിച്ച് സഹായികളല്ല, ഒരിക്കലുമല്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ കൂട്ടുകാരി, ഞങ്ങളുടെ സഹോദരി, അവളിങ്ങോട്ട് ഈ ഭൂമിയിൽ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? നീ എവിടേക്ക് പോകുകയാണെങ്കിലും ഞങ്ങൾ നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരും, ഒരിക്കലും അതില്ല. ഫഅഖദൂ മിൻഹു സൗജത, അങ്ങനെ അവർ ഫലമായിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ, സഹോദരന്മാർ ഭാര്യയെ ഫലമായിട്ട് അബൂ സലമയിൽ നിന്ന് അവർ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. വഗളിബ ആലു അബി സലമത ലിറജുലിഹിം, അപ്പൊ ഈ ഭാര്യയുടെ കുടുംബങ്ങൾ വന്നതിൽ ഇടപെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അറബികൾ അങ്ങനെയാണ്, അവരുടെ അബൂ സലമയുടെ കുടുംബക്കാരായ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനും അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാനും വേണ്ടി അവിടെ വന്നു. ഭാര്യന്റെ ആളുകൾ ഇവിടെ വന്നിട്ട് അബൂ സലമനെ പ്രയാസപ്പെടുത്തിയപ്പോൾ അബൂ സലമന്റെ ഭാര്യ, അത് ദീനും ആദർശം ഉണ്ടായിട്ടൊന്നല്ല, അത് കുടുംബത്തിനോടുള്ള ആ ഒരു പക്ഷപാതിത്വം, കുടുംബത്തിനോടുള്ള പക്ഷപാതിത്വത്തിന്റെ പേരിൽ അബൂ സലമക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ വന്നു. ഫഖാലു, അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വാശി കാണിച്ച് നിങ്ങളുടെ സഹോദരി പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഈ കുട്ടി അത് അബൂ സലമന്റെ കുട്ടിയാണ്, ഈ കുട്ടി, ചെറിയ കുട്ടി അബൂ സലമന്റെ കുട്ടിയാണല്ലോ, അതുകൊണ്ട് ലാ നത്റുകു ബനനാ മഅഹാ ഇദ് നസഅതുമുഹാ മിൻ സാഹിബിന, അബൂ സലമന്റെ അടുത്ത് നിന്ന് നിങ്ങളുടെ സഹോദരിയെ നിങ്ങൾ വലിച്ചു പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളുടെ സഹോദരന്റെ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട അബൂ സലമന്റെ കുട്ടിയെ, ആ കുട്ടിയെ ഞങ്ങൾ അവരുടെ കൂടെ പറഞ്ഞയക്കൂല, ആ കുട്ടിയെ ഞങ്ങൾക്ക് വേണം, കുട്ടി ഞങ്ങൾ വിടൂല. ഇങ്ങനെയുണ്ട്. കച്ചറുണ്ടായാലും പിന്നെ അങ്ങനെയാണ്, കുട്ടിയുടെ കാര്യങ്ങളിലാവും, കുട്ടികളുടെ കാര്യം.
ഈ കുട്ടികളാണ് ശരിക്കും ഈ ഭാര്യ ഭർത്താക്കന്മാര് തെറ്റിപ്പിരിഞ്ഞു പോകുമ്പോൾ കഷ്ടപ്പെടുന്നവർ. അവരെ കാര്യം ശരിക്കും മനസ്സിലാക്കി അത് സ്ത്രീകൾക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത്, ഭർത്താക്കന്മാർക്കും പുരുഷന്മാർക്കും പറഞ്ഞു കൊടുത്ത്, അതിൽ ഇടപെടുന്ന ആളുകൾ അവരുടെ മനസ്സിലേക്ക് ശരിക്കും ആ കുട്ടികളുടെ ഭാവിയും അവരുടെ യാതനകളും അവരുടെ ദുരിതങ്ങളും അവരുടെ അനാഥത്വവും, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ അനാഥരാകുക, എന്താണ് അതിന്റെ ദയനീയത, ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർ തമ്മിലുള്ള വിദ്വേഷം വെറുപ്പും മാറി ആ കുടുംബം നല്ല നിലക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ഒത്തൊരുമയിൽ കൂടെ പോകാൻ സാധ്യത കൂടുതലാണ്. അത് നല്ല ഇസ്ലാഹിൽപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വമ്പിച്ച പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞങ്ങളവിടെ പോയി ചർച്ച ചെയ്തു, ഞങ്ങളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. ഏതാണെങ്കിലും അവർ പറഞ്ഞു ഞങ്ങളുടെ കുട്ടിയെ അവരുടെ കൂടെ ഞങ്ങൾ അത് പറഞ്ഞുവിടാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വതജാദബുൽ ഗുലാമ ബൈനഹും, അങ്ങനെ അബൂ സലമയുടെ ആളുകൾ കുട്ടി എങ്ങോട്ടും, ഉമ്മു സലമയുടെ ആളുകൾ കുട്ടി അങ്ങോട്ടും പിടിയും വലിയും കൂടിയിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഫഖലഉ യദഹു, ആ കുട്ടിയുടെ കൈ ഊരിയിട്ടെടു പോന്നു, പറഞ്ഞു പോന്നു. പിടിയും വലിയും കൂടി ചെറിയ കുട്ടിയൻ, കുട്ടിയുടെ കൈ. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ ഭൂമിയിൽ സഹിച്ച ത്യാഗത്തിൽപ്പെട്ട അതിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പോകാൻ സമയത്ത് ഒരു കുടുംബം ഈ ഭൂമിയിൽ സഹിച്ച ത്യാഗം, ശത്രുക്കളും കുഫാറുകളും ഫുജാറുകളും അവിടെ ജീവിക്കാൻ അനുവദിക്കൂലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇരുളടഞ്ഞ ഒരു ഭാവിയിലേക്കെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തുമ്പോൾ അവിടെ ഈ ഫുജാറുകൾ കുഫാറുകളായ ആളുകൾ കാണിച്ച ദുൽമാണ്, അക്രമവും അതിക്രമവുമാണ്. എന്നിട്ട് പോലും ഈ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ കുടുംബത്തിൽ വന്ന ഈ യാതനകൾ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്നുള്ളത്, അത് മുറുകെ പിടിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ദീൻ ആദർശം കൈയൊഴിഞ്ഞില്ല എന്നുള്ളത്. ഇന്ന് ഈ പറയുന്ന ഒരു പ്രയാസമില്ലെങ്കിൽ പോലും അള്ളാഹുവിന്റെ ദീന് 10 പൈസന്റെ വില കൊടുക്കാത്ത മുസ്ലിം നാമധാരികളായ ആളുകൾ നമ്മുടെ മുന്നിലൊക്കെ അള്ളാഹുവിന്റെ നിഅമത്തുകൾ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ പേടി തോന്നും പലപ്പോഴും. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതൊക്കെ കാണുന്നു, അവൻ കേൾക്കുന്നു എന്നുള്ളതാണ്. ഏത് സമയത്ത് അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷകൾ ഏത് രൂപത്തിൽ വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ടതാണ്. ആ കുട്ടിയുടെ കൈ പറഞ്ഞു പോന്നു. വദഹബൂ ബിഹി, ആ കുട്ടിനെയും കൊണ്ട് അബൂ സലമയുടെ ആളുകൾ ഇങ്ങോട്ട് പോകുന്നു. ഭർത്താവ് മദീനയെ ലക്ഷ്യമാക്കി കൊണ്ടുപോകുന്നു. ഭാര്യ അവിടെ കുടുംബങ്ങൾ സഹോദരന്മാരും മറ്റും പിടിച്ചുവലിച്ചു കൊണ്ടുപോകുന്നു. കുഞ്ഞിനെയും കൊണ്ട് പിതാവും മാതാവുമില്ലാതെ അബൂ സലമയുടെ ആളുകൾ അതിന്റെ കയ്യും പറഞ്ഞ് ദുരിതപൂർണമായ അവസ്ഥയിൽ അവർ പോകുന്നു. വൻതലഖ അബൂ സലമത വഹദഹു ഇലൽ മദീന, അബൂ സലമ റളിയല്ലാഹു അൻഹു മാത്രം മദീനയെ ലക്ഷ്യമാക്കി കൊണ്ടുപോയി. ഭാര്യ നഷ്ടപ്പെട്ടു, കുഞ്ഞ് നഷ്ടപ്പെട്ടു. കുഞ്ഞിന്റെ അവസ്ഥ ഇതാണ്, ഭാര്യയുടെ അവസ്ഥ ഇതാണ്. വകാനത്ത് ഉമ്മു സലമത റളിയല്ലാഹു അൻഹ ബഅദ ദഹാബി സൗജിഹാ വളയാഇ ഇബ്നിഹാ, ഭർത്താവ് പോയി, കുട്ടി നഷ്ടപ്പെട്ടു. അതിന്റെ ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തഖ്റുജു കുല്ല ഗദാത്തിൻ ബിൽ അബ്തഹി, അബ്തഹി എന്ന് പറയുന്ന മക്കയിലുള്ള ഖുദൈ എന്ന് ഏകദേശ അങ്ങോട്ട് മദീനയിലേക്ക് ആളുകൾ പോകാൻ വേണ്ടി യാത്രാ സംഘങ്ങൾ ഒരുമിച്ച് കൂടുന്ന പ്രദേശത്തേക്ക് വരും. വീട്ടിൽ നിന്ന് തബ്കി ഹത്താ തുംസി, വൈകുന്നേരമാകുന്നതുവരെ അവിടെ വന്നിരുന്നു കൊണ്ട് കരയുമായിരുന്നു ആ സ്ത്രീ റളിയല്ലാഹു അൻഹ. വമള അലാ ദാലിക നഹ്വ സന, ഒരു വർഷത്തോളം ഈ ഒരു ഗതികേട്, ഈ ഒരു ദുരിതം അതിൽ അവർ കഴിച്ചുകൂട്ടി എന്നുള്ളത്. ഫറഖലഹ അഹദു ദബീഹ, ഒരു വർഷത്തോളം ഈ ദയനീയമായ രംഗങ്ങൾ കണ്ടപ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഉമ്മു സലമയോട് ആ മനുഷ്യന് വാത്സല്യം തോന്നി. ദീനും ആദർശമൊന്നല്ല, മാനുഷികമായൊരു പരിഗണന. വക്കാല, ആ മനുഷ്യൻ മറ്റുള്ളവരോട് പറഞ്ഞു, അലാ തുഖ്രിജൂന ഹാദിഹിൽ മിസ്കിൻ, ഈ പാവത്തിനെ നിങ്ങൾ മദീനയിലേക്ക് പറഞ്ഞു വിട്ടൂടെ, എന്തിനവിടെ വെച്ചിട്ട് പീഡിപ്പിക്കും? ഈ വലിച്ചു കൊണ്ടുപോയ ആളുകൾക്കൊന്നും ഈ സ്ത്രീ അനുഭവപ്പെടുന്ന ഈ ദുരിതത്തിന് എന്തെങ്കിലും പകരം വെച്ചു കൊടുക്കാൻ കഴിയും? ഒരു ഭാര്യയെ സംബന്ധിച്ച് അവൾക്ക് അവരുടെ ഭർത്താവിന്റെ കൂടെ പട്ടിണിയാണെങ്കിൽ പോലും, ദാരിദ്ര്യമാണെങ്കിൽ പോലും ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതാണ് സമാധാനം, അതാണ് സംതൃപ്തി. അവൾക്ക് അവരുടെ കുഞ്ഞവരുടെ കൂടെ മടിയിൽ ഇരിക്കുന്നതാണ് സംതൃപ്തി. ഇതിനൊന്നും പകരം വെക്കാൻ ഈ ആവേശം കൊണ്ടുവന്ന സഹോദരന്മാർക്കോ മറ്റുള്ളവർക്കോ കഴിയൂല. അവിടെയും കഴിയൂല, ഇന്നും കഴിയൂല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും കൃത്യമായി മനസ്സിലാക്കണം നമ്മൾ. ഏത് വിഷയങ്ങളാണെങ്കിൽ ഈ സ്ത്രീയെ എന്തിന് നിങ്ങൾ കഷ്ടപ്പെടുത്തുന്നു? ഇവളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് മദീനയിലേക്ക് പറഞ്ഞു കിട്ടൂടെ? പാവം, ദിനം പ്രതി അവിടെ വന്ന് കരയുന്നു, ശാരീരികമായി മാനസികമായി തളർന്നു എന്ന് പറഞ്ഞു. ഫറഖ്തും ബൈനഹാ വബൈന സൗജിഹാ വവലദിഹാ, അവരുടെ ഭർത്താവിന്റെയും കുട്ടിന്റെ ഇടയിൽ നിങ്ങൾ വേർപിരിച്ച് ഒറ്റപ്പെടുന്നൊരവസ്ഥയിൽ സഹിക്കാൻ കഴിയാത്ത ദയനീയമായി. അപ്പൊ ഫഖാലു ലഹാ ഇൽഹഖി ബിസൗജികി ഇൻ ശിഅ്തി, നിനക്ക് വേണമെങ്കിൽ മദീനത്തേക്ക് പോയിക്കോന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞ ആ ഉപദേശങ്ങൾ, വാക്കുകൾ എത്ര നല്ല വാക്കുകളാണ്. മുശ്രിക്കീങ്ങളാണെങ്കിലും ചില ആളുകൾ നല്ല വചനങ്ങൾ, നല്ല വാക്കുകൾ ഉണ്ടാവും, നല്ല ഇടപെടലുകൾ ഉണ്ടാവും. നിനക്ക് വേണമെന്ന് പോയിക്കോ, നീ പോയിക്കോ മദീനയിലേക്ക്. ഫസ്തർജഅത് ഇബ്നഹാ മിൻ അസബതിഹി, അപ്പൊ അബൂ സലമയുടെ കുടുംബത്തിൽ നിന്ന് കുട്ടിയെ അവൾ മടക്കി വാങ്ങി. ചോദിക്കുന്ന കുട്ടീനെ തരുന്നു.
അങ്ങനെ കുട്ടിയെ കൊടുത്തതിന് ശേഷം വഖറജത് തുരീദുൽ മദീന, മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് പുറപ്പെടുക. സഹായിക്കാൻ ഈ പറഞ്ഞവരാരുമില്ല, കൂടെ പോകാനോ സംരക്ഷണത്തിനോ. ഇന്നത്തെ മക്ക മദീന ഹൈവേ അല്ല അന്നുള്ളത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. ഇന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ത്വരീഖുൽ ഹറമൈൻ, ആ റോഡിന്റെ പേര് ത്വരീഖുൽ ഹറമൈൻ, 2 ഹറമിനെ ബന്ധിപ്പിക്കുന്ന വഴി എന്നുള്ളത്. രാപകലുകൾ വ്യത്യാസമില്ലാതെ പൂർണ്ണമായ ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടതാണ്. എല്ലാ സമയത്തും രാത്രി പൂർണ്ണമായിട്ട് അവിടെ ഇലക്ട്രിക് വെളിച്ചങ്ങളും സൗകര്യങ്ങളും ഉള്ളതാണ്. ഒരു പേടിയില്ല, ഒരു ഭീഷണി. ഒരാൾക്ക് നടന്നോ വാഹനത്തിലോ പോകാം. അന്നിതൊന്നുമില്ലാത്ത ആ പ്രദേശത്ത് മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പുറപ്പെട്ടു. റിഹ്ലതൻ, ആ യാത്രയുടെ ദൈർഘ്യം തബ്ലുഗു 500 കിലോമീറ്റർ, ഏകദേശം 500 കിലോമീറ്റർ, ഏകദേശം 500 കിലോമീറ്റർ ദൂരം. വലൈസ മഅഹ അഹദും മിൻ ഖൽഖില്ലാ, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളും സഹായ സംരക്ഷണത്തിന് അവരുടെ കൂടെയില്ലതാണ്. ഈ ചെറിയ കുഞ്ഞു പൈതലുണ്ട് അവരും. അങ്ങനെ ഹത്താ ഇദാ കാനത്ത് ബിത്തൻഈം, മക്കയിൽ നിന്ന് മദീന ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുന്ന സമയത്ത് തൻഈം എന്ന് പറയുന്ന, തൻഈം നമുക്ക് അറിയാം, മക്കയുടെ അടുത്തുള്ള ഉംറക്കൊക്കെ ആളുകൾ. ലഖിയഹ ഉസ്മാൻ ഇബ്നു ത്വൽഹ ഇബ്നു അബീ ത്വൽഹ, മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കാണ് മനുഷ്യൻ, മുസ്ലിം മുഅ്മിനൊന്നല്ല. ആ വ്യക്തി ഉമ്മു സലമയെ ഈ ദയനീയമായ അവസ്ഥയിൽ കണ്ടുമുട്ടുകയാണ്. ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് മദീനയിലേക്ക് പോകാണ്, ഭർത്താവ് അങ്ങോട്ട് പോയതാണ്, അതാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. കൂടാരും സഹായിക്കാനില്ല. അപ്പോ ബഅദ അൻ അറഫ ഹാലഹ, അവരുടെ ആ ദയനീയമായ അവസ്ഥ ഈ മനുഷ്യൻ അറിഞ്ഞു കണ്ടപ്പോ ശയ്യഅഹ ഹത്താ അഖ്ദമഹ ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ എത്തുന്നതുവരെ അവരെ കൂടെ സഹായം സംരക്ഷകനായിട്ട് ഈ മനുഷ്യൻ പോയി. മാനുഷികമായ സഹായങ്ങൾ പരിഗണനകൾ വെച്ചുകൊണ്ട് അദ്ദേഹം അവരെ കൂടെ പോയി. ഫലമ്മ നളറ ഇലാ ഖുബാ, മദീനയിലെത്തി ഖുബാ മസ്ജിദിന്റെ പരിസരത്ത് അവിടെയുള്ള വീടുകളും സൗകര്യ ആളുകളും വീടുകളൊക്കെ കണ്ട സമയത്ത് ഖാല, ഈ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ പറഞ്ഞു, സൗജുകി ഫീ ഹാദിഹിൽ ഖറിയ, മദീനത്തെത്തി ആളും ബാളക്കായി, നിന്റെ ഭർത്താവ് ഈ ഗ്രാമത്തിലുണ്ടാകും. ഫദ്ഖുലീഹ അലാ ബറകത്തില്ല, മക്കയുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു, മുശ്രിക്കീങ്ങളായിരുന്നു. ഇന്നുള്ള ഖുറാഫികൾ പറയുന്നത് പോലെ അവരൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മറ്റ് മതക്കാരായ ഹിന്ദുസ് എന്ന് പറയുന്ന അവരെ പോലത്തെ ആളുകളല്ല, അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ആ പറയുന്ന അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കൂടെ ബിംബങ്ങളെയും മറ്റുള്ള വസ്തുക്കളെയും പങ്കുചേർത്തു എന്നുള്ളതാണ്. അതാണ് ശിർക്ക്, അതാണ് മുശ്രിക്കീങ്ങൾ. കണ്ടോ, അലാ ബറക്കത്തില്ല, അള്ളാഹുണ്ട്, അള്ളാഹു തആലക്ക് ബറക്കത്തുണ്ട്, അള്ളാഹുവിന്റെ കാബത്തിന് ആദരവുണ്ട്, ഇതൊക്കെ അവർ അംഗീകരിക്കുന്നവരായിരുന്നു. ഫദ്ഖുലിഹ അലാ ബറക്കത്തില്ല, അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകും, അത് കടന്നോ പോയിക്കോ സമാധാനത്തോടെ. അതുവരെ ഈ മനുഷ്യൻ സുമ്മൻസറഫ റാജിഅൻ ഇലാ മക്ക, 10 പൈസ വാങ്ങും ചെയ്തില്ല, യാത്രയിൽ എന്തെങ്കിലും ശല്യം ചെയ്തില്ല. എത്ര ഉത്തമമായ സ്വഭാവങ്ങൾ, മുശ്രിക്കീങ്ങളാണ്. പക്ഷേ അവരിൽ പെട്ട ചില ആളുകൾ ഇതിന് മാത്രം നല്ല ക്വാളിറ്റിയും മാനുഷികമായ സ്വഭാവങ്ങളും ആർദ്രതയും ദയയും നീതിയും സത്യസന്ധതയും ഒക്കെ ഉള്ള ആളുകളായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ പിന്നീട് മക്കയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മടങ്ങിപ്പോന്നും ചെയ്തു. അവിടെ ചെന്നിട്ട് ഞാൻ അവളെയും കൊണ്ട് വന്നതാണ്, ഞാൻ അവളെ കൊണ്ട് എത്തിച്ചതാണ്, ഒന്നുമില്ല, ഒരു ലക്ഷ്യവുമില്ല. ഈ സ്ത്രീക്ക്, ഈ കുട്ടിക്ക് സംരക്ഷണം നൽകുക എന്നത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുമായി, ഇത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടുമില്ല. ആദർശം ദീനൊന്നില്ലാത്തതിനോട് കൂടെ എന്നോട് ഈ കാണിച്ച മനുഷ്യൻ അത്ര വലിയ ഒരു നന്മ ചെയ്തു എന്നുള്ളത്. വലമ്മ അറാദ, ഇത് ഉമ്മു സലമയും അബൂ സലമയും ആ കുടുംബ ഹിജറ പോകുന്ന സമയത്ത് അവർ സഹിച്ച ദുരിതങ്ങളാണ്. ഇനി സുഹൈബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റൂമി, അദ്ദേഹം റോമക്കാരനായിരുന്നു. അടിമയായിട്ട് മക്കയിൽ വന്ന് പിന്നീട് ഇരുമ്പിന്റെ ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു ഇദ്ദേഹത്തിന്. യജമാനന്മാർ ജോലി ചെയ്തിട്ട് അദ്ദേഹത്തിന് ചെറിയൊരു കൂലി കൊടുക്കും, ബാക്കിയുള്ളതൊക്കെ യജമാനന്മാർ സ്വീകരിക്കും. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി വന്ന സമയത്ത് പ്രവാചകനിൽ വിശ്വസിക്കുകയാണ് ഇദ്ദേഹം. അടിമയായിരുന്നു, റോമിൽ നിന്ന് വന്ന ആളായിരുന്നു. ഈ ജോലി ചെയ്യുന്ന, കൂലിവേല ചെയ്യുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. മക്കയിലുള്ള പ്രമുഖരായ തലയെടുപ്പുള്ള നാട്ടിലുള്ള മഹാന്മാരായ ആളുകൾക്ക് ദീന് സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായതു. അദ്ദേഹം അങ്ങനെ പിന്നെ ഹിജറ പോകാൻ, അദ്ദേഹം ഹിജറ പോകാൻ ഉദ്ദേശിച്ച സമയത്ത് ഖാല ലഹു കുഫാറു ഖുറൈശിൻ, ഖുറൈശികളിൽ മുശ്രിക്കീങ്ങൾ കുഫാറുകൾ പറഞ്ഞു, അതൈതന സഅലൂഖൻ ഹഖീറൻ, നിന്ദ്യനായി അഥവാ അടിമയായിരുന്നു, ദരിദ്രനായി, 10 പൈസ ഗതിയില്ലാതെ നീ മക്കയിൽ ഞങ്ങളടുത്ത് വന്നതാണ്. ഫകസുറ മാലുക ഇൻദന, ഇപ്പൊ ഒരുപാട് കാശും പണമൊക്കെ ഉണ്ടായി, ജോലി ചെയ്തിട്ട് തൊഴിൽ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായതാണ്. അതിന്റെ യജമാനന്മാർക്ക് ഒരുപാട് കൊടുത്തിട്ട് പാവത്തിന്റെ കയ്യിൽ. വബലഗത്തില്ലദീ ബലഗത, നീ ഇന്ന് ഈ സ്ഥാനങ്ങളൊന്നുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു എന്നുള്ളതാണ്. അവരുടെ മുശ്രിക്കീങ്ങളുടെ ആദർശം ഒഴിവാക്കി എന്നുള്ളത്, വേറൊന്നുമില്ല. അതുകൊണ്ട് സുമ്മ തുരീദു അൻ തഖ്റുജ ബിമാലിക വനഫ്സിക, ഇപ്പൊ ഈ കാശും സമ്പത്തും ഒക്കെ ആയിട്ട് സുരക്ഷിതനായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കാണോ? വല്ലാഹി ലാ യകൂനു ദാലിക്, ഒരിക്കലും നടക്കൂല.
ഒരിക്കലും അനുവദിക്കൂല എന്ന് പറഞ്ഞു. അവരാരും കൊടുത്ത പണമൊന്നുമല്ല, അദ്ദേഹം കഷ്ടപ്പെട്ടു വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയത്. അപ്പൊ ഫഖാല ലഹും സുഹൈബുൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അറഅയ്തും ഇൻ ജഅൽതു ലക്കും മാലി, നിങ്ങൾക്ക് കാശാ വേണ്ടത്, എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകിയാൽ ആ തഖ്ലൂന സബീലി, എന്നെ പോകാൻ അനുവദിക്കൂ, നിങ്ങൾ എന്റെ വഴി ഒഴിവാക്കി തരുമോ, എന്നെ ഉപദ്രവിക്കാതെ. അവർ പറഞ്ഞു കാശ് മതി, എന്നാൽ ഞങ്ങൾ നിങ്ങളെ ഒഴിവാക്കാം. ഖാല ഫഇന്നി ഖദ് ജഅൽതു ലക്കും മാലി, എന്റെ സമ്പത്തൊക്കെ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഒന്നും കയ്യിലില്ലാതെ, 10 പൈസ കയ്യിലില്ലാതെ ഉള്ള സമ്പത്തൊക്കെ അവർ ഫലമായിട്ട് വാങ്ങിയിട്ട് നിസ്സഹായനായിട്ട് അദ്ദേഹം ഹിജറ പുറപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹം മദീനയിലെത്തി. ഫബലഗ ദാലിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം കിട്ടിയപ്പോൾ അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, റബിഹ സുഹൈബുൻ, റബിഹ സുഹൈബുൻ, സുഹൈബ് ലാഭിച്ചു, അവന് നേടി. കാശല്ലേ, ദുന്യാവല്ലേ, അത് നഷ്ടപ്പെട്ടാൽ ദീന് ലഭിച്ചല്ലോ, അത് കളഞ്ഞു കുളിച്ചില്ലല്ലോ. പിന്നെ വതവാഅദ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ പോയ രംഗം. അദ്ദേഹം കുറച്ച് ധീരനായിരുന്നു, ശക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ 10-20ഓളം ആളുകൾ ഗ്രൂപ്പായിട്ടാണ് പോയത്, പരസ്യമായിട്ടാണ് പോയത്. ആർക്കെങ്കിലും തന്റെ കുടുംബത്തിലെ ഭാര്യമാരെ വിധവകളാക്കണമെങ്കിൽ, മക്കളെ അനാഥരാക്കണമെങ്കിൽ വന്നോളി എന്ന് പറഞ്ഞിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ പോയത്, രഹസ്യമായിട്ടൊന്നല്ല. അദ്ദേഹത്തിന്റെ കൂടെ ഏറ്റവും ആദ്യം അയ്യാഷ് ഇബ്നു അബി റബിയ, ഹിഷാം ഇബ്നുൽ ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്ന 2 ആളുകളും ഞങ്ങളും കൂടെ പോരുന്നുണ്ട് എന്ന് ആദ്യം പറഞ്ഞ് അവർ പുറപ്പെട്ടു. വേറെ 10-20ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് മൗളിഅൻ യുസ്ബിഹൂന ഇൻദഹു, ഹിജറ പോകാൻ നമുക്ക് ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവിടുന്ന് പോകാം എന്നവർ തീരുമാനിച്ചിട്ട് വാക്ക് പറഞ്ഞു. ثم يهاجر, അങ്ങനെ മദീനയിലേക്ക് ഹിജറ പോകാൻ. ഫജ്തമഅ ഉമർ വഅയ്യാഷുൻ വഹുബിസ അൻഹുമാ ഹിഷാമുൻ, ഈ 2 പേര് ഉമർ റളിയല്ലാഹു അൻഹു അയ്യാഷുമ പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവിടെ എത്തിപ്പെട്ടു. ഹിഷാമിനെ കുടുംബങ്ങൾ തടഞ്ഞു, പോകാൻ അനുവദിക്കാതെ തടഞ്ഞു. അങ്ങനെ വലമ്മ ഖദിമൽ മദീന, അങ്ങനെ അവര് പിന്നെ മദീനയിലെത്തി. വനസല ബി ഖുബ, ആദ്യം ഹിജറ പോയ ആളുകളൊക്കെ ഖുബയിലാണ് ചെന്ന് താമസിച്ചിരുന്നത്. അങ്ങനെ ഖുബയിലെത്തിയ സമയത്ത് ഖദിമ അബൂ ജഹലിൻ വ അഖൂഹുൽ ഹാരിസ് ഇല അയ്യാഷിൻ, ഹിഷാം എന്ന് പറഞ്ഞ ആൾ ആദ്യം തന്നെ കുടുംബങ്ങൾ പോകാൻ അനുവദിച്ചില്ല. ഈ പറയുന്ന അയ്യാഷിന്റെ മാതാവ് എല്ലാവരും ഒന്നാണ്, അബൂജഹലും അബൂജഹലിന്റെ കൂടെയുണ്ടായിരുന്ന ഹാരിസും, ഇവർ 2 ആളും അയ്യാഷും, ഈ പറയുന്ന 3 ആളുടെ ഉമ്മ ഒന്നായിരുന്നു. വാപ്പാര് പക്ഷെ വേറെ ആയിരിക്കും മരണപ്പെടുക, വിവാഹമോചനം അങ്ങനെയായിട്ട് പിതാവ് 2, 3 ഉള്ളത്, പക്ഷേ ഇവരുടെ മാതാവ് ഒന്നായിരുന്നു. അങ്ങനെ ഇവർ മദീനയിലെത്തിയ സമയത്ത് ഉമ്മു സലാസത്തി വാഹിദ, അബൂജഹല് അതേപോലെ തന്നെ ഹാരിസ് അയ്യാഷ്, ഇവരുടെ 3 ആളെ ഉമ്മ ഒന്നായിരുന്നു. ഫഖാല ലഹു, അങ്ങനെ അബൂജഹലും കൂടെയുള്ള ഹാരിസും മദീനയിൽ ചെന്നു. അങ്ങനെ ചെന്നിട്ട് അയ്യാഷിനെ കണ്ടിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മക്ക, നിശ്ചയം നിന്റെ മാതാവ്, നമ്മുടെയൊക്കെ മാതാവ്, ഖദ് നദറത് അല്ലാ യമസ്സ റഅസഹാ മിഷ്തുൻ, അവളുടെ തലയിൽ ചീർപ്പ് തൊടിയിക്കൂല എന്ന് നീർച്ച പറഞ്ഞിട്ടുണ്ട്. ഇനി ശപഥം ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ തലയിൽ പേന് പീത്താലും എന്തു തന്നെ ദുരിതം വന്നാലും എത്ര എനിക്ക് പ്രയാസമുണ്ടെങ്കിലും ഞാൻ എന്റെ മുടി ചീകി വൃത്തിയാക്കൂല എന്ന് ആ തള്ള ശപഥം ചെയ്തിട്ടുണ്ട്. വലാ തസ്തളില്ലു ബിശംസിൻ, അതേപോലെ തന്നെ വെയിലത്തുനിന്ന് ഒരു തണലത്തേക്ക് മാറി നിൽക്കൂല. നേരം പുലർന്നാൽ സൂര്യന്റെ ആ കഠിനമായ മക്കയിലുള്ള ചൂടക്കറി ആ വെയിലത്ത് പോയി ഞാൻ ഇരിക്കും. ഏതുവരെ ഹത്താ തറാഖിന്റെ മകൻ അയ്യാഷിനെ കാണുന്നതുവരെ. ഇത് മാതാവ് ശപഥം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങളെ കൂടെ വരണം എന്നുള്ളതാണ് മകനോട് പറയുന്നത്. ചതിയായിരുന്നത്, ഇതൊരു ചതി, ഇതൊരു വഞ്ചനയായിരുന്നു. നിന്നെ കാണുന്നതുവരെ ഉമ്മ ചീർപ്പ് ഉപയോഗിക്കൂല, വെയിലത്തുനിന്ന് മാറി നിൽക്കൂല, തണലത്ത് പോയിരിക്കൂല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫറഖലഹ, ഉമ്മാന്റെ കാര്യം അങ്ങനെയാണ്. ഉമ്മാര് ചില ഉമ്മാര് നല്ല ഉമ്മാരായിരിക്കും, ആദർശത്തിനും ദീനും സഹായികളായിരിക്കും. ചില മക്കൾ സലഫിയത്തിലേക്ക് വന്നു എന്നുണ്ടെങ്കിൽ ഇല്ലാത്ത കഷ്ടപ്പെടുത്തലുകളും ഇല്ലാത്ത പരാതികളും ഇല്ലാത്ത ബുദ്ധിമുട്ടി മാതാക്കൾ ചെയ്യും, ചില പിതാക്കളും ചെയ്യും. പിതാക്കൾ ഭീഷണി കാണിക്കും, മാതാക്കൾ ഇതുപോലത്തെ എന്തെങ്കിലും പറയും. മാതാവിന്റെ ഈ അവസ്ഥ കേട്ടപ്പോൾ അയ്യാഷ് എന്ന് പറയുന്ന ആ സഹോദരൻ, അദ്ദേഹത്തിന് വല്ലാത്ത ദയ, വല്ലാത്ത വാത്സല്യം ഉമ്മാനോട്, ഉമ്മയുടെ കാര്യത്തിൽ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, യാ അയ്യാഷ്, അയ്യാഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, അന്നഹു വല്ലാഹി ഇൻ യുരീദുക്കൽ ഖൗമ ഇല്ലാ ലിയഫ്തിനൂക അൻ ദീനിക ഫഹ്സറുഹും, ഇവർ ചതിയന്മാരാണ്, വഞ്ചകരാണ്, നിന്നെ വഞ്ചിച്ച് നിന്റെ ആദർശം തകർക്കാൻ വേണ്ടി വന്നതാണ്, കരുതിക്കോ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇവർ വാക്ക് വിശ്വസിച്ചിട്ട് ഉമ്മാന്റെ ദയനീയത കരുതി പോകണ്ട. അപ്പൊ വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലൗ ആദാ ഉമ്മക്കൽ ഖം, നിന്റെ ഉമ്മാന്റെ തലയിൽ പേന് വന്ന് നിറഞ്ഞു എന്ന് ലം തശത്, അവൾ ചീർപ്പ് ഉപയോഗിക്കും. ഉമ്മാന്റെ തലയിൽ ആവശ്യം വരാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഉമ്മ വാക്കിനെതിര് ചെയ്യും, അവർ ചീർപ്പ് ഉപയോഗിച്ചോളും.
വലൗ ഖദ് ഇസ്തദ്ദ അലൈഹ ഹർറു മക്ക ലസ്തവല്ലത്. മക്കയിലുള്ള ചൂട് നമുക്കൊക്കെ അറിയുന്നതല്ലേ. ഉമ്മാക്ക് ചൂടട് കൂടിയാൽ അവര് തണലത്ത് പോയിരുന്നും ചെയ്തോളും. ഇവര് പറഞ്ഞത് കേട്ട് പോണ്ടാന്ന് പറഞ്ഞു, ഇവരെ വിശ്വസിക്കണ്ട എന്ന് പറഞ്ഞു. ഫഅബാ അയ്യാശുൻ ഇല്ലൽ ഖുറൂജ മഅഹുമാ. അയ്യാശുനല്ല, ഉമ്മാന്റെ ദയനീയത, എനിക്ക് വല്ലാത്ത വിഷമുണ്ട്, അങ്ങനെ വിട്ടുപോയാൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും, പോകന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോ ലിയുബിറ ഖസമ ഉമ്മിഹി, ഉമ്മാന്റെ വാക്കില് അവര് പിന്നെ നേർച്ചയാക്കിയതാണ് ആ പറഞ്ഞ ശപഥം, അത് പിൻവലിച്ചിട്ട് ഉമ്മാക്ക് ആരോഗ്യം ബാധിക്കാതെ പ്രയാസപ്പെടാതെ അങ്ങനെ പോകന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നിർബന്ധാണ് പോകുകയാണ് എന്നുണ്ടെങ്കിൽ അമാ ഇത് ഖദ് ഫഅൽത മാ ഫഅൽ, പോവാന്നുള്ള മാതാവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ഫഖുദ് നാഖതി ഹാദിഹി, എന്റെ ഈ ഒട്ടകത്തിനെ സ്വീകരിച്ചു, വാഹനം എന്നുള്ള നിലക്ക് എന്റെ ഒട്ടകത്തിനെടുത്തു. ഫഇന്നഹാ നാഖത്തുൻ നജിയത്തുൻ ദലൂലുൻ, പറഞ്ഞാൽ അനുസരിക്കുന്ന, വേഗതയിൽ സഞ്ചരിക്കുന്ന നല്ല ഒരു ഒട്ടകമാണ്, യാത്രയ്ക്ക് ഏറ്റവും ഉത്തമമായത്, അനുയോജ്യമാണ്. ഫൽസം ലഹ്റഹ, അതിന്റെ പുറത്ത് കയറിപ്പോയിക്കോ, നിന്റെ വാഹനത്തിന്റെ പുറത്ത് പോകണ്ട. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ കാരണം? ഫഇൻ റാബക മിനൽ ഖൗമി റൈബുൻ, ഈ പറയുന്ന ആളുകളിൽ നിന്ന് വല്ല സംശയം, അവർ ചതിയന്മാരാണ്, വഞ്ചകരാണ്, കളവ് പറയാണെന്നേറ്റ് നിനക്ക് യാത്രയിൽ തോന്നിയാൽ ഉടനെ എന്റെ ഈ വാഹനത്തിൽ ഫൻജു അലൈഹ, ഇതിന്റെ പുറത്ത് കയറി വേഗതയിൽ മദീന ലക്ഷ്യമാക്കി പോന്നുണ്ട്. അവർക്ക് നിന്നെ പിടികൂടാൻ കഴിയാത്ത നിലക്ക് ഇതെടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ ഫഖറജ അലൈഹ മഅഹുമ, ആ പറയുന്ന ഒട്ടകത്തിന് സ്വീകരിച്ച് അതിന്റെ കൂടെ അദ്ദേഹം ഉമർ നസിഹത്ത് കേട്ട് മക്കയിലേക്ക് പോയി അവരുടെ കൂടെ. ഹത്താ ഇദാ കാനൂ ബിബഅദി ത്വരീഖ്, അങ്ങനെ കുറെ സഞ്ചരിച്ച സമയത്ത് അബൂജഹൽ ലഅനഹുല്ലാ അദ്ദേഹത്തിനോട് പറഞ്ഞു, യബ്ന അഖി, സഹോദര, വല്ലാഹി ലഖദ് ഇസ്തഗ്ലളത് ബഅരി ഹാദാ, എന്റെ ഒട്ടകം എനിക്ക് ശരിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസം, ഒരു പരിശുദ്ധ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അഫല തഅഖുബ്നി അലാ നാഖതിക ഹാദിഹി, നിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് ഞാനും കയറട്ടെ. അപ്പോ അബൂജഹലിന്റെ ഒട്ടകത്തിന് കയറിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒപ്പം കൊണ്ടുപോകും, യാത്രക്കാരതിന്റെ പുറത്തില്ലാതെ, നിന്റെ ഒട്ടകത്തിന്റെ പുറത്ത് ഞാനും കയറട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അയ്യാഷ് പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രയാസമല്ല, ബല, സമ്മതിച്ചു. ഫഅനാഖ വഅനാഖ ലിയതഹവ്വല അലൈഹിമ. അപ്പോ അയ്യാഷ് അബൂജഹലിന്റെ ഒട്ടകത്തിന്റെ പുറത്തും അബൂജഹലി വേഗതയുള്ള ഒട്ടകത്തിന്റെ പുറത്തും ഇങ്ങോട്ട് തിരിച്ചു കയറി എന്നുള്ളത്. ഫലമ്മസ്തവോബിൽ അർദ്, അങ്ങനെ കുറച്ചുകൂടി അവർ മുന്നോട്ട് പോയ സമയത്ത് അദൗ അലൈഹി, ഹാരിസും അബൂജഹലും അയ്യാഷിന്റെ പേരിൽ ആക്രമണം നടത്തിയിട്ട് ഫഔസഖാഹു വറബത, കൂട്ടിക്കെട്ടി, കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ചതിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കൃത്യമായി, അവർ വഞ്ചകരാണ്, ചതിയന്മാർ. അങ്ങനെ സുമ്മ ദഖല ബിഹി മക്കത നഹാറൻ മൂസഖൻ, കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയവനായിട്ട് പകൽ സമയത്ത് പരസ്യമായിട്ട് അയ്യാഷിനെയും കൊണ്ട് മക്കയിൽ ചെന്നു അബൂജഹലും ഹാരിസും. എന്നിട്ട് അവിടെ വെച്ച് വിളിച്ചു, യാ അഹ്ല മക്ക, മക്കക്കാരെ, ഹാകദാ ഫഫഅലൂ ബിസുഫഹാഇക്കും, നിങ്ങളുള്ള വിഡ്ഢികൾ എങ്ങനെ ചെയ്യുക, കമാ ഫഅൽനാ ബിസഫീഹിനാ ഹാദാ, ഞങ്ങളെ വിഡ്ഢിനെ ഞങ്ങൾ ചെയ്ത് കണ്ടില്ലേ. ഹിജറ പോകുക, ആവേശം കൊള്ള ആദർശം എന്ന് പറഞ്ഞിട്ട് പോകുകയാണെങ്കിൽ ഇതേപോലെ പോയിട്ട് എങ്ങനെയും ചതിയോ കാര്യങ്ങളോ പറഞ്ഞിട്ട് കെട്ടിക്കൂട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുന്ന് റൂമിലിട്ട് അടച്ചളിയും പോകാനായി കണ്ടാണ്. ചുരുക്കത്തിൽ ഞങ്ങളെ വിഡ്ഢിനെ ഞങ്ങൾ ചെയ്തത് കണ്ടില്ലേ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി അവർ ചെയ്തു, പാലിച്ചു. ഇതേപോലെ ഹിജറ പോകാൻ ഉദ്ദേശിച്ച ആളുകളെ പോയതിന്റെ ശേഷം, അവിടെ എത്തിയതിന്റെ ശേഷം, പോകുന്നതിന്റെ ഇടയിൽ വഴിയിൽ വെച്ച് മറ്റുള്ള സ്ഥലത്ത് ഏതൊക്കെ നിലക്ക് തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാട് വരുത്തിവെക്കാൻ, അത് മുഴുവനും ഇവർ ചെയ്തിരുന്നു മക്കയുള്ള മുശ്രിക്കീൻ. അതൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ഇവർ പോയത്. ഹാദിഹി സലാസത്തു നമാദിജ്, 3 ഉദാഹരണങ്ങളാണ് ഹിജറ പോകുന്ന. കാനൽ മുശ്രിക്കൂന യഫ്അലൂനഹു ഫീമൻ യുരീദുൽ ഹിജറ ഇദാ അലിമു ദാലിക്, ഹിജറ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ച് അറിയുകയാണെങ്കിൽ മുശ്രിക്കീങ്ങൾ ചെയ്തിരുന്ന പണികൾ ഇതുപോലെയായിരുന്നു. വലാകിൻ, പക്ഷേ മഅ കുല്ലി ദാലിക്, ഇതുപോലത്തെ പ്രതിസന്ധികളും തടസ്സങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിട്ട് കൂടി ഖറജന്നാസു അർസാലൻ, ആളുകൾ ഒറ്റയും തെറ്റയുമായി, കൂട്ടങ്ങളായിട്ടും ഒറ്റപ്പെട്ടവരുമായിട്ട് ഹിജറ മദീന ലക്ഷ്യമാക്കി കൊണ്ടുപോയി. യത്ബഉ ബഅദുഹും ബിബഅദിൻ, ഒരു കൂട്ടർ പോവും, പിറ്റേന്ന് വേറൊരു കൂട്ടർ രാവും പകലുമായിട്ട്. വബഅദ ഷഹ്റൈൻ വബിളഅത അയ്യാമിൻ മിൻ ബൈഅത്തിൽ അഖബത്തിൽ കുബ്റാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരൻ തമ്മിലുള്ള ഈ ബൈഅത്ത് നടന്ന് 2 മാസം ചില്ലറ ദിവസങ്ങൾ, 2 മാസം ഏറി വന്ന 8-9 ദിവസങ്ങൾ, ബിളഅ എന്ന് പറഞ്ഞാൽ അത്. ലം യബ്ഖ ബിമക്കത മിനൽ മുസ്ലിമീന, മക്കയിൽ മുസ്ലിമീങ്ങൾ പെട്ട ആളുകളില്ല പിന്നെ, ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കറിൻ വ അലിയുൻ, ഈ പറയുന്നവരല്ലാതെ മക്കയിൽ മുസ്ലിമീങ്ങൾ ഇല്ലാത്തൊരവസ്ഥ. ഒറ്റക്കും കൂട്ടായിട്ടും ആളുകൾ മദീന ലക്ഷ്യമാക്കി കൊണ്ടുപോയി എന്നുള്ളത്. ഇവർ തന്നെ മക്കയിൽ താമസിക്കാൻ കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിങ്ങൾ പോകരുതേ, എന്റെ അനുവാദമില്ലാതെ പോകരുതേ എന്ന് കൽപ്പിച്ചതുകൊണ്ടാണ് മക്കയിൽ നിന്നത്. അതേപോലെ ഭീഷണിപ്പെടുത്തി മുശ്രിക്കീങ്ങളായ ആളുകൾ തടഞ്ഞുവെച്ചു.
ചങ്ങലക്കിട്ടവരോ കയറോട്ട് കെട്ടിയവരോ റൂമിലിട്ട് പൂട്ടിയവരോ ഇങ്ങനെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചവരല്ലാതെ ബാക്കിയുള്ള മുസ്ലിമീങ്ങളെല്ലാം 2 മാസം കൊണ്ട് 2 മാസം ചില്ലറയും അതിൽ മദീന ലക്ഷ്യമാക്കി കൊണ്ടുപോയി. വഖദ് ആദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി തയ്യാറാക്കി വെച്ചിരുന്നു ജഹാസഹു, തന്റെ യാത്രക്കുള്ള സാമഗ്രികളൊക്കെ. മത്തായി ഉമർ ബിൽ ഖുറൂജ്, അള്ളാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് ഹിജറ പോകാനുള്ള അനുവാദം എപ്പോഴാണ് ഉണ്ടാകും, കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പന. ഈ പറയുന്ന ഭീഷണികളും സമ്മർദ്ദങ്ങളും തന്റെ വേണ്ടപ്പെട്ട ആളുകൾ മുഴുവൻ മദീന ലക്ഷ്യമാക്കി പോവുകയും ചെയ്തു. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ കൽപ്പന വരാതെ ഒരു എടുത്തുചാട്ടം, അള്ളാഹുവിന്റെ അനുവാദമില്ലാത്ത ഒരു തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായില്ല എന്നുള്ളത് ഒരു ഭാഗത്തിൽ കൂടി. ഇത്ര വലിയ ഭീഷണികളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾ പോകരുതേ എന്ന് പറഞ്ഞപ്പോ ആ ഭീഷണികൾ മുഴുവനും പ്രതീക്ഷിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് പ്രായം പ്രവാചകന്റെ ഏകദേശം അത്രയുള്ള ഒരാൾ, അലി റളിയല്ലാഹു അൻഹു ചെറിയൊരു യുവാവാണ്. അവർ പ്രവാചകന്റെ കൽപ്പന കേട്ടനുസരിച്ച് തന്റെ ജീവൻ ഭീഷണി നേരിട്ടുകൊണ്ട് മക്കയിൽ കഴിച്ചുകൂട്ടി എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ ചരിത്രങ്ങൾ കേട്ട് നമ്മളിങ്ങനെ ആവേശം കൊണ്ട് പോകുന്നതിന് പകരം ഒരുപാട് നമുക്ക് പാഠങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും, നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ ജീവിതത്തിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഇതുപോലത്തെ അനുഭവങ്ങളിൽ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് പോകാൻ ഒരാൾ താല്പര്യപ്പെടുകയാണെങ്കിൽ അതിന് ശ്രമം നടത്തുമ്പോൾ 10,000 ആളുകൾ ആവേശക്കാരായിട്ടും സഹാനുഭൂതിയായിട്ടും നമുക്ക് ഉപദേശിച്ചു തരുന്നവരായിട്ടും നമ്മളെ ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും വരുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഒരു പരിധിവരെ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഇതൊക്കെ അനുഭവിച്ച ആളുകളാണ് താനും. കുടുംബത്തിന് ഇങ്ങോട്ടൊരു സമയത്ത് അള്ളാഹുവിന്റെ ദീനും അതിന്റെ സംരക്ഷണവും അതും പ്രതീക്ഷിച്ച് കുറച്ചുകൂടി സ്വസ്ഥമായ ഒരവസ്ഥയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് പല ആളുകളും ഫാമിലിയേറ്റും പോയി, പിന്നീട് ഭീഷണി, പിന്നീട് കടം കൊണ്ട് വലയും, നിങ്ങൾക്ക് അങ്ങനത്തെ ദുരിതങ്ങൾ വരും, മറ്റുള്ള വേറുള്ളത് വരും, അവിടുന്ന് വേറുള്ള സ്ഥലത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു ഒരു അഭ്യുദയകാംക്ഷികൾ എന്ന് പറയുന്ന ചില ആളുകൾ, വിഡ്ഢികളായ ആളുകൾ. അവർക്ക് ദുന്യാവിനെ കുറിച്ച് എന്തെങ്കിലും 5-10 കാശിന്റെ ഇതുണ്ട് എന്നുള്ളതൊഴിച്ചാൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ചുക്കും അറിയാത്ത ആളുകൾ, കുടുംബത്തിൽ നിന്നുള്ളത്. അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ മുന്നിൽ അഭിമുഖീകരിച്ച അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ചരിത്രങ്ങൾ വെറും ചരിത്രമാണ് എന്ന ആവേശം കൊണ്ട് കേട്ടുപോകാതെ നമ്മൾ അനുഭവത്തിൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളും ദീനുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് തടസ്സമായി വരുന്ന മനുഷ്യ ജിന്ന് പിശാചികളും അവരെ വിലവെക്കാതെ അള്ളാഹുവിൽ തവക്കുലാക്കി ഈ മുൻഗാമികളായ ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക, അള്ളാഹുവിന്റെ സഹായത്തിന് തേടുക. പരീക്ഷണങ്ങൾ അതിജീവിച്ച് അള്ളാഹു അവന്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകിയെന്നുണ്ടെങ്കിൽ സുഹൈബ് ലാഭിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഔ കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ലാഭിക്കാൻ കഴിയും, നേടാനും കഴിയും എന്നുള്ളതാണ്. നേടാനും കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങളിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് മുന്നോട്ട് പോകാനും നമുക്കവൻ തൗഫീഖ് നൽകുമാറാവട്ടെ, സഹായിക്കുകയും ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യാത്രക്കുള്ള സാമഗ്രികളൊക്കെ, വാഹനത്തിന് അതേപോലെ തന്നെ മറ്റുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി റെഡിയാക്കി കാത്തു നിൽക്കാതെ എപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വരിക ആ സമയത്ത് പോകാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന സാമഗ്രികൾ അദ്ദേഹം ഒരുക്കി റെഡിയാക്കി വെച്ചിരുന്നു. അലി റളിയല്ലാഹു അൻഹു റസൂലിന്റെ പേരമകനാണ്, അദ്ദേഹത്തിന് വേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കി കൊടുക്കും, തയ്യാറാക്കി കൊടുക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഇന്നി ഉരീതു ദാറ ഹിജ്റത്തിക്കും, നിങ്ങൾക്ക് ഹിജറ പോകാനുള്ള ആ പ്രദേശം എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടത് ദാതു നഖ്ലിൻ, ധാരാളം ഈത്തപ്പന മരങ്ങൾ നിറഞ്ഞൊരു അന്നത് മദീനത്തായിരുന്നു. ബൈന ലാബത്തൈനി, 2 കുന്നിന്റെ ഇടയിലാണ്. മദീനത്ത് നമ്മൾ മസ്ജിദ് നബവിയിൽ ചെന്നാൽ അതിന്റെ ആ ഭാഗത്ത് ഈ ഭാഗത്തും കുന്നുകളെ കാണാം, വേറെ മാത്രമേ വിശാലമായ നിരന്ന പ്രദേശങ്ങളുള്ളൂ. വഹുമാ അൽ ഹർറത്താൻ, ഹദീസിലൊക്കെ അതിനെക്കുറിച്ച് വന്നതാണ്. അങ്ങനെ ഫഹാജറ മൻ ഹാജറ ഖിബലൽ മദീന, ഹിജറ പോകുന്ന ആളുകൾ മദീനയുടെ ഭാഗത്തേക്ക് ഹിജറ പോയി. വറജ ആമ്മത്തു മൻ കാന ഹാജറ ബി അർളിൽ ഹബശതി ഇലൽ മദീന, ഹബശയിലേക്ക് മുമ്പ് ഹിജറ പോയ മുഅ്മിനീങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അവരിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് റസൂൽ അവിടേക്ക് വരികയാണ്. മുസ്ലിമീങ്ങൾക്കുള്ള പ്രദേശം, രാജ്യം അവിടെയാണ്. അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്ത വിജയം അവിടെയാണ്. അങ്ങോട്ട് അവര് മടങ്ങി വരികയും ചെയ്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജറ പോകാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലിക്, കാത്തു നിൽക്കി, വെയിറ്റ് ചെയ്യുന്നു. ഫഇന്നി അർജു അൻ യുഅ്ദന ലി, എനിക്ക് ഹിജറ പോകാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഹൽ തർജു ദാലിക ബി അബി അൻത, നിങ്ങളുടെ കൂടെ എനിക്കും ഹിജറ വരാനുള്ള അനുവാദം, സമ്മതം അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകരെ? അപ്പൊ ഖാല നഅം, റസൂൽ പറഞ്ഞു, അത് എന്റെ കൂടെ സഹവസിക്കാനാണ് ഹിജറയിൽ. അത് വലിയൊരു മൻഖബ്, അദ്ദേഹത്തിന്റെ ആദരവ്.
അദ്ദേഹത്തിന്റെ ബഹുമാനമാണ്. മക്കയിൽ കൂടെയാണ്, ഹിജ്റയിൽ കൂടെയാണ്, മദീനയിലും കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വിശേഷിപ്പിക്കുകയും ആ ഹിജ്റയുടെ രംഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടെ നമുക്ക് വിവരിച്ചു തരികയും ചെയ്യുന്നു. ഫഹബസ അബൂബക്കറിൻ നഫ്സഹു, അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ സഹവസിച്ച് കൂടെ പോകാൻ വേണ്ടി അദ്ദേഹം കാത്തുനിന്നു. വഅലഫ റാഹിലതൈനി കാനത ഇൻദഹു, അദ്ദേഹത്തിന്റെ അടുത്തുള്ള 2 വാഹനങ്ങൾ, 2 ഒട്ടകങ്ങൾ, അതിന് വേണ്ടുന്ന ഭക്ഷണങ്ങളും കാര്യങ്ങളും കൊടുത്ത് യാത്രയിലൊക്കെ തയ്യാറാകാൻ വേണ്ടി അതിന് ശക്തിയും കരുത്തും ഉണ്ടാവാൻ അതിന് പ്രത്യേകമായി സമർ എന്ന് പറയുന്ന മരത്തിന്റെ വൃക്ഷത്തിന്റെ ഇലകളൊക്കെ കൊടുത്ത് അതിനെ വളർത്തി കാത്ത് തയ്യാറായി ഒരുങ്ങി നിൽക്കുകയും ചെയ്തിരുന്നു. 4 മാസത്തോളം ആ ഒട്ടകങ്ങൾക്ക് നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്ത് യാത്രയിലൊക്കെ പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഓടേണ്ടി വരും, ചിലപ്പോൾ വേഗത്തിൽ സഞ്ചരിക്കേണ്ടി വരും, അതിന് തയ്യാറാക്കി നിർത്തിയിരുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ല ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ്. ഇൻഷാ അല്ലാഹ് ഇവര് ഹിജ്റ പോയി അതിന്റെ ശേഷം ദാറുൻ നദ്വത്തിൽ ഖുറൈശികളായ ആളുകൾ യോഗം ചേരുകയും പ്രവാചകനെ എന്തു ചെയ്യണമെന്ന് പറയുന്ന ഒരു ചർച്ചയും തീരുമാനത്തിലേക്കും അവർ പോകുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സിലൊക്കെ നമുക്കത് പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി.